സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ, എറോബിക്സ്, യോഗ തുടങ്ങിയ കായിക വിനോദങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണ രീതിക്കെതിരെ പ്രതിഷേധങ്ങളും അടിച്ചമർത്തലുകളും ഉണ്ടായപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സാംസ്കാരിക നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ആരോഗ്യവും പോസിറ്റീവ് ചിന്തയും വളർത്താൻ സഹായിക്കും. നമസ്കാരം. ഉറച്ച തീരുമാനവുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ സൂംബ, എറോബിക്സ്, യോഗ തുടങ്ങിയ ആരോഗ്യപരമായ ലഘു വ്യായാമങ്ങൾ നടപ്പിലാക്കാനുള്ള സർക്കാർ തീരുമാനം മുന്നോട്ട് തന്നെ. ഈ നീക്കത്തിനെതിരെ ചില കോണുകളിൽ നിന്നും യുക്തിരഹിതമായ എതിർപ്പുകൾ തുടരുന്നുണ്ട്. അതേസമയം ഈ പ്രവർത്തനങ്ങൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി മാത്രമല്ല, കുട്ടികളുടെ ശാരീരിക മാനസിക ക്ഷേമത്തിനും ഉദ്ദേശിച്ചവയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കി. അല്പവസ്ത്ര വിവാദം ഉണ്ടാക്കുന്നവരുടെ മനസ്സും കണ്ണും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യമാണ് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സ്കൂൾ യൂണിഫോമിൽ ആരുടെ മേലും അടിച്ചേൽപ്പിക്കാതെ ചെയ്യപ്പെടുന്ന ഈ ലഘു വ്യായാമങ്ങൾ എന്തുകൊണ്ട് വിവാദമാക്കുന്നു? സാമ്പാ നൃത്തം കണ്ടിട്ട് മനഃശാസ്ത്ര ടൂളായ സൂംബയാണതെന്ന് തെറ്റിദ്ധരിച്ച് പോസ്റ്റ് ഇറക്കുന്നവരും കിട്ടിയ അവസരം മുതലാക്കി അഡ്രസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നവരും ഈ വിവാദങ്ങൾക്ക് പിന്നിലുണ്ട്. മൂല്യധാരകളെയും മതത്തെയും മുൻനിർത്തി ഉയരുന്ന ഈ എതിർപ്പുകൾക്ക് പിന്നിൽ ആത്മാർത്ഥമായ ചിന്തകളാണോ അതോ പ്രത്യേക അജണ്ടകളാണോ? ഇന്ന് ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് സൂംബയിൽ താളം തെറ്റിയവർ ആരൊക്കെ എന്നാണ്. സഭ്യതയും സ്വസ്ഥതയുമില്ലാതെ തുള്ളുന്നവർ നമ്മുടെ കുട്ടികളാണോ? ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിയാത്ത ഈ കൂട്ടരാണോ? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ CPIM-നെ പ്രതിനിധീകരിച്ച് PMR ഷോ, അധ്യാപിക ദേവിക, മനഃശാസ്ത്ര വിദഗ്ധ ഡോക്ടർ ലിസി ഷാജഹാൻ, വിസ്ഡം ഇസ്ലാമിക ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷമീൽ ടി എന്നിവർ. ഏറ്റവും ആദ്യം മുഹമ്മദ് ഷമീലിലേക്കാണ് പോകുന്നത്. മുഹമ്മദ് ഷമീൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സൂംബ നൃത്തത്തെ അല്ലെങ്കിൽ ആ വ്യായാമ മുറയെ എതിർക്കുന്നത്? ഇത് പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിൽ കുട്ടികൾ അത് ഏറ്റെടുക്കുകയും സംസ്ഥാനത്തെ രക്ഷിതാക്കൾ ഉൾപ്പെടെ പൊതുസമൂഹം ഉൾപ്പെടെ ഇപ്പോൾ മാധ്യമങ്ങൾ നോക്കിയാൽ നമുക്കറിയാം അവരെല്ലാവരും അതിനെ വരവേൽക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ സർക്കാരിനെതിരെ വിമർശനം നിങ്ങളിൽ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ പിന്മാറരുത് സർക്കാർ എന്നാണ് സർക്കാരിനെ രാഷ്ട്രീയമായി എതിർക്കുന്നവർ പോലും പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? ഓക്കെ, സൂംബയെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന ചോദ്യത്തിന് ഈ സൂംബ കൊണ്ടുവന്ന ഒരു സാഹചര്യത്തെയാണ് ഒന്നാമത് നമ്മൾ കാണേണ്ടത്. ഇപ്പോ ജൂൺ 26 ഈ ഒരു ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരം ഒരു സംഗതിക്ക് ആദ്യം തുടക്കം കുറിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ആദ്യത്തെ ചോദ്യം ഉന്നയിക്കുന്നത് ഇതാണ്. നമ്മൾ ആദ്യം പോയിന്റ് ഔട്ട് ചെയ്തൊരു വിഷയം ഇതാണ്. എന്താണ് ഈ ഒരു സൂംബ ഡാൻസിലൂടെ ലഹരിക്കെതിരെ വ്യത്യസ്തങ്ങളായ ബോധവൽക്കരണങ്ങളും കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് പലതും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിന്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് ലോക ലഹരി വിരുദ്ധ ദിനം എന്ന് പറയുന്നത്. ആ ഒരു ദിനത്തിൽ എല്ലാ ക്യാമ്പസുകളിലും അല്ലെങ്കിൽ എല്ലാ സ്കൂളുകളിലും ആ നിലക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടതും ആ നിലക്ക് മുഴങ്ങി കേട്ടതും ഒക്കെ സൂംബ ഡാൻസ് ആണ്. ആ ഒരു സൂംബ ഡാൻസിലൂടെ എന്താണ് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലക്ക് അത് നമ്മളൊക്കെ ചെയ്യുന്നതാണ്. ഇനിയിപ്പോ സൂംബയെ കുറിച്ചാണ് കേട്ടതെങ്കിൽ തന്നെ ലഹരി എന്ന് കേട്ടില്ലല്ലോ. ലഹരിക്കെതിരെയുള്ള കാര്യങ്ങൾക്ക് പകരം സൂംബ കേട്ടതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് അസ്വസ്ഥത? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇക്കാര്യങ്ങളൊക്കെ സർക്കാർ തീരുമാനിക്കുന്നതല്ലോ. സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൽ അതിന് വേണ്ട കാര്യങ്ങൾ ആലോചിക്കാനുള്ള സമിതികളുണ്ട്. അവർ ആലോചിച്ച് അതിന് വേണ്ട വിദഗ്ധരുണ്ട്. അവർ തീരുമാനമെടുത്താണല്ലോ ഈ കാര്യങ്ങളിലേക്ക് പോവുക. അതിനെ നിങ്ങൾ എന്തിനാണ് ഈ രീതിയിൽ
പൊതുസമൂഹത്തിൽ മറ്റ് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത്? ഓക്കെ, ഞാനൊന്ന് പൂർത്തിയായിട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ സൂംബ ഡാൻസ് കൊണ്ടുവന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒട്ടും അതിന് അനുയോജ്യമല്ല എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. അത് ലഹരിക്കെതിരെ കാര്യമായ സന്ദേശങ്ങൾ എന്തെങ്കിലും കുട്ടികൾക്ക് നൽകുന്നുണ്ടോ? ഇപ്പൊ ഒരുപാട് സ്കൂളുകൾ അത് അരങ്ങേറി. ആ നിലക്ക് അതിൽ ഉൾപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഹരിക്കെതിരെ എന്തു മെസ്സേജാണ് അതിലൂടെ ലഭിച്ചത് എന്നതൊരു പ്രസക്തമായ ചോദ്യമാണ്. അവിടെ തന്നെ അതിന്റെ ഒരു അപ്രായോഗികതയും അതിലൊരു ചർച്ചക്കുറവ് നമ്മളവിടെ കാണുകയാണ്. അത് ഒരു നമുക്ക് ഓരോ കാര്യങ്ങളായി നമുക്ക് സംസാരിച്ചു പോകാം. ഇപ്പൊ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ എന്ത് സന്ദേശമാണ് കൊടുത്തതെന്നാണ്. ഇതൊരു പരീക്ഷ എഴുതി മാർക്ക് വാങ്ങാനുള്ള കാര്യമല്ലല്ലോ. ഈ പറഞ്ഞ കാര്യത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനപ്പുറം കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടായി, കുട്ടികൾക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധയുണ്ടായി, ലഹരിയിലേക്ക് പോകാതിരിക്കാനുള്ള അവസരങ്ങൾ കുറയ്ക്കുക എന്നതിലേക്ക് പോകുമ്പോൾ ഇത്തരം ആഹ്ലാദ നിമിഷങ്ങളെ കുട്ടികൾ വരവേറ്റിരിക്കുന്നു എന്നാണ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. ഓക്കെ, ഞാൻ അതിലേക്ക് തന്നെ വന്നത്, ഇപ്പോ ഈ ഒരു ലഹരിക്കെതിരെ ഒരു സന്ദേശം കൈമാറുന്നില്ല എന്നത് ഒന്നാമത്തെ അതിന്റെ ഒരു പ്രശ്നമായി നമ്മൾ ചൂണ്ടിക്കാണിക്കണം. രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ഇനി അതൊരു കേവല വ്യായാമ മുറയായി കണ്ടുകൂടെ എന്നതാണ്. അങ്ങനെയല്ല ഇത് അവതരിപ്പിക്കപ്പെട്ടത് എന്നുകൊണ്ടാണ് ഇതൊരു പ്രശ്നവൽക്കരിക്കപ്പെടുന്ന ഒന്നാമത്തെ സാഹചര്യം ഉണ്ടായത്. രണ്ടാമത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ സൂംബ എന്നത് അതിന് കൃത്യമായ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് കൊളംബിയയിൽ തുടക്കം കുറിച്ച് അതിന്റെ ഒരു പിന്നാമ്പുറങ്ങളിൽ ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ അകമ്പടിയോട് കൂടിയാണ് അത്തരമൊരു വ്യായാമ മുറയാണെങ്കിലും അതുപോലെ ഡാൻസ് രൂപവും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള അത്തരമൊരു രീതി വരുന്നത്. അതുകൊണ്ട് അതിലെ കൾച്ചറൽ എലമെന്റുകളോട് യോജിക്കാത്ത വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളൊക്കെ ഉണ്ടാകില്ലേ? ഇതൊരു പൊതുവിദ്യാലയമല്ലേ? ഈ നാട്ടിലെ അതുണ്ടാകുമോ എന്ന് പരിശോധിക്കണ്ടേ? അക്കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കുമല്ലോ സ്കൂളിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, കരിക്കുലം കൊണ്ടുവരുന്നത്, സിലബസുകൾ കൊണ്ടുവരുന്നത്, പരീക്ഷകൾ നടത്തുന്നത്, പാഠങ്ങൾ പഠിപ്പിക്കുന്നത്, ഈ പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ഇതൊക്കെ സ്കൂളുകളിൽ നടത്തുന്നതിന് ഇതൊക്കെ നോക്കാനും നിരീക്ഷിക്കാനും ഒക്കെ സമിതികളുണ്ട്. ഇതൊന്നും ഇല്ലാതെ അവിടെ എന്തെങ്കിലും കണ്ടാൽ ഉടനെ ഇത് നമ്മുടെ സംസ്കാരത്തിനെതിരാണ്, കൊളംബിയയിൽ ആരോ തുടങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കണം എന്നൊരു വാദവുമായി നമ്മുടെ സമൂഹത്തിലെ ഈ കാര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായാൽ പെട്ടെന്ന് പടർന്നു പിടിക്കാവുന്ന, തീപ്പൊരിയായി മാറാവുന്ന മേഖലകളിൽ ഇതിങ്ങനെ വാരിയിടുന്നത് വലിയ രീതിയിലുള്ള ഒരു സാഹസമല്ലേ, വലിയ അപകടമുണ്ടാക്കുന്നതല്ലേ? അതെ ഡോക്ടർ ലാൽ, ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. നോക്കൂ, ഇത്തരമൊരു രീതി കൊണ്ടുവരുമ്പോൾ താങ്കൾ തന്നെ പറഞ്ഞല്ലോ അത്തരമൊരു ചർച്ചകൾ നടന്നിട്ടുണ്ടാകില്ല, അത്തരമൊരു അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകില്ല എന്നത്. അത് ഉണ്ടായിട്ടില്ല എന്നതിന്റെ അല്ലെങ്കിൽ അത്തരമുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ആരെങ്കിലും ഒരാളോ രണ്ടുപേരോ അല്ലല്ലോ ഈ സമയത്ത് അതിനെ പ്രതികൂലിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഒരുപാട് ഈ കാര്യത്തിൽ സ്കൂളുകളിൽ നിന്ന് ഒരു എതിരഭിപ്രായം ഉണ്ടായിട്ടില്ല, കുട്ടികളുടെ ഭാഗത്തു നിന്ന് എതിരഭിപ്രായം ഉണ്ടായിട്ടില്ല. ഈ കാര്യത്തിൽ അധ്യാപക സംഘടനകളുടെ ഭാഗത്തു നിന്ന് എതിരഭിപ്രായം ഉണ്ടായിട്ടില്ല. എല്ലാ സംഘടനകളും ഉണ്ട് അവിടെ. രാഷ്ട്രീയമായി ഭരണപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ട്, എതിർ പാർട്ടികളിൽ നിൽക്കുന്നവരുണ്ട്. പൊതുസമൂഹത്തിൽ പൊതുരാഷ്ട്രീയത്തിലുള്ള സർക്കാരിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒന്നും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. സർക്കാർ ഈ കാര്യത്തിൽ ലഹരി വിരുദ്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ ചർച്ച നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പോലും ആരും ഉന്നയിക്കാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ വലിയ പ്രശ്നമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്? നിങ്ങൾ അത് പ്രശ്നമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ കാര്യങ്ങൾക്കുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ഇങ്ങനെ സ്കൂളിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മേൽ, കുട്ടികളുടെ മേൽ ഇങ്ങനെ ഒരു നിഴൽ പരത്തിക്കൊണ്ടാകാൻ പാടുണ്ടോ? അല്ലെ, എന്റെ പോയിന്റുകൾ പൂർത്തിയാക്കാൻ സമ്മതിക്കും. നോക്കൂ, ഇവിടെ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. തീർച്ചയായും ഉണ്ടായില്ലേ? അതുകൊണ്ട് തന്നെയല്ലേ ഈ ചർച്ചകൾ വന്നത്. ഒരു രക്ഷിതാവിന്റെയും മകന്റെയും ഒക്കെ ഒരു അധ്യാപകന്റെയും ഒക്കെ റൈറ്റപ്പിൽ നിന്ന് തന്നെയല്ലേ ഇത് ആരംഭിച്ചത്. മാത്രമല്ല ടീച്ചേഴ്സ് സംഘടനകളുടെ, അധ്യാപക സംഘടന ഭാഗത്ത് എതിർപ്പുണ്ടായിട്ടില്ല. നമുക്ക് സ്കൂളുകളിലെ സിലബസും അതായത് ഈ സ്കൂളുകളിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സിലബസും കരിക്കുലവും ദിവസേന രക്ഷിതാക്കളുമായി സംസാരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അത് എല്ലാ കുട്ടിയോടും അനുവാദം ചോദിച്ചിട്ടാകില്ല പരീക്ഷ നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരിക. ഇതൊക്കെ ഇനി തെറ്റുകൾ ഉണ്ടെങ്കിൽ കൂടി ചർച്ച ചെയ്യാനുള്ള വേദികളുണ്ട്. അവിടെ അത് വരാതെ നിങ്ങൾക്ക് ഏതോ ഒരു കുട്ടിക്കും ഒരു രക്ഷിതാവിന് ഈ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ സ്കൂൾ മുഴുവൻ ഈ കാര്യങ്ങൾ നിർത്തിവെക്കണോ? ഒരിക്കലുമല്ല. ഇത് ഒരു കുട്ടിക്ക് ഒരു രക്ഷിതാവിനെ എന്നത് തീർച്ചയായിട്ടും നമ്മൾ തിരുത്തണം. ഒരുപാട് കുട്ടികൾക്കും ഒരുപാട് രക്ഷിതാക്കൾക്കും ഇത്തരത്തിലുള്ള ആശങ്കകളും പ്രശ്നങ്ങളും ഉണ്ട്. അത് പൊതുസമൂഹത്തിലേക്ക് വന്നിട്ടില്ല എന്നതാകാം കാരണം ഇത്രയധികം ആ നിലക്കുള്ള നെറേറ്റീവുകൾ വന്നതുകൊണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞു ഇത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നേരത്തെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയം വന്നിരുന്നു, വളരെ സാമൂഹികമായ ചർച്ചകൾ നടന്നു. അതേപോലെ തന്നെ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് വന്നു. ആ സമയത്ത് വിവിധ എതിരഭിപ്രായങ്ങൾ വന്നപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെയല്ലേ അതിൽ നമുക്ക് ചർച്ചയാകാം എന്നൊക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്.
അത്തരത്തിൽ തന്നെ ഇത്തരം ഒരു വിഷയം വന്നപ്പോൾ ഇത് പുറത്തേക്ക് എത്തുമ്പോഴല്ലേ നമ്മളിത് കാണുന്നത്. അല്ല, അതിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക്, നിങ്ങൾ ചിലർ ചൂണ്ടിക്കാട്ടുന്ന ഈ കാര്യങ്ങൾക്ക് നേരത്തെ മുഖ്യമന്ത്രി പോലും അഡ്രസ്സ് ചെയ്ത അത്രയും പ്രാധാന്യം പോലും ഇതിൽ ആരും കാണുന്നില്ല എന്നുള്ളതാണ്. സൂംബ വ്യായാമ മുറ അവസാനിപ്പിക്കണം, കാരണം അതിനകത്ത് അല്പവസ്ത്ര വിവാദമുണ്ട്. രണ്ടാമത്തത്, നിങ്ങൾ ഈ പറയുന്നത് പോലെ മതപരമായ സാംസ്കാരികമായ പ്രശ്നങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് മാറി നിൽക്കാനുള്ള അവകാശമുള്ള ആളുകൾക്ക് സ്കൂളിൻ്റെ ഇത്തരം പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇതിനകത്ത് അനുവാദം കൊടുത്തിട്ടില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നതല്ലാതെ ഈ പറഞ്ഞ ഒരു കാര്യത്തിനും ഈ സ്കൂളിൽ ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ബന്ധമുണ്ട് എന്നതാണ്. നോക്കൂ, ഇതൊരു പൊതുവിദ്യാലയമല്ലേ? ഇവിടെ അഭിപ്രായങ്ങളുള്ളവർക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ അഭിപ്രായമുള്ളവർക്ക് അത് പറഞ്ഞുകൂടെ? ആ അഭിപ്രായങ്ങളെ കേൾക്കാൻ ഇവിടെ സർക്കാർ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നവരല്ലോ. ഈ കുട്ടികൾക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്, അധ്യാപകർക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ നിങ്ങൾ ഈ സ്കൂളിൽ പോയി ഇപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കും അത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇതല്ലല്ലോ സംഭവിച്ചത് എന്നതാണ്. ഞാൻ വരാം, ഒരു മിനിറ്റ്. നമുക്ക് എത്രത്തോളം അധ്യാപകർ, ഞാനൊരു അധ്യാപകനാണ്, എത്രത്തോളം അധ്യാപകർ ഇത് അഭിപ്രായമായി പറയുന്നു, ഇതൊന്നും അഭിപ്രായങ്ങളല്ല എന്ന് എങ്ങനെയാണ് പറയാ? അല്ല, നിങ്ങളുടെ സമിതികൾ അവിടെ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ട കരിക്കുലവുമായ കാര്യങ്ങളൊക്കെ പരിഷ്കരിക്കുമ്പോൾ നിങ്ങൾ ഓരോ അധ്യാപകനോടും ചോദിച്ചിട്ടാണോ ഈ കാര്യങ്ങൾ ചെയ്യുക, അതോ നിങ്ങളുടെ പ്രതിനിധികൾ ഇത് കൂടിയിരുന്ന് ആലോചിച്ച് അതിൻ്റെ സമിതികളിൽ പറയുകയാണോ ചെയ്യുക? അതെ, ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട അധ്യാപക സംഘടന KSTയുടെ പ്രസ്താവന എന്ന് കണ്ടല്ലോ, എന്തുകൊണ്ട് ഇത് അടിച്ചേൽപ്പിക്കുന്നു എന്നത്. അപ്പൊ ആ നിലക്ക് പോലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ KSTയുടെ പ്രസ്താവന എൻ്റെ കയ്യിലുണ്ട്. താങ്കൾ ഇത് ഏത് സംഘടനയുടെ പ്രസ്താവന വായിച്ചത് എനിക്കറിയില്ല. ഇത് ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നാണ് KSTA പറഞ്ഞത്. ഇത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ QIP യോഗത്തിൽ എല്ലാവരും ചേർന്നിരുന്ന് തീരുമാനിച്ചതാണല്ലോ. ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു എതിർ അഭിപ്രായങ്ങൾ വരുന്നു എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ആ പ്രസ്താവനയുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചു തരാം. ഞാൻ വരാം. PM ആർ ഷോ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു സർക്കാർ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകും എന്ന്. ഏത് ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള സൂംബ വ്യായാമ മുറയെ സംബന്ധിച്ചുള്ള എതിർപ്പുകൾ വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടുകൾ? ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കായിക രീതി സ്കൂൾ ക്യാമ്പസുകൾക്കകത്ത് കൊണ്ടുവരുന്നതിനിടയാക്കിയിട്ടുള്ള സാഹചര്യം എന്തെന്നുള്ളത് വിവിധങ്ങളായിട്ടുള്ള കാരണമാണ്. ഒന്ന്, നമുക്കറിയാം ഈ കാലയളവിൽ പ്രത്യേകിച്ചും സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെ അതിൻ്റെ വിപണനത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളാക്കി നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില സംഘങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ, വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിനകത്താകെ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ സൂംബയടക്കം എയറോബിക്സ് അടക്കം യോഗ ഉൾപ്പെടെയുള്ള കായിക പരിശീലനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് ആരംഭിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു തീരുമാനം എത്തി, ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ പോസിറ്റീവായി ആ തീരുമാനത്തെ ഏറ്റെടുത്ത്, നമ്മുടെ പൊതുസമൂഹം വളരെ പോസിറ്റീവായി ആ തീരുമാനത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന അനുഭവമാണ് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ലഭ്യമാകുക. അതിൽ അധ്യാപകരെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, രക്ഷിതാക്കളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായി ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ പോലെ ലഹരി ഉൾപ്പെടെയുള്ള വിപത്തുകൾക്കെതിരായിട്ടുള്ള പ്രചരണം എന്ന നിലയിൽ ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനത്തെ വളരെ പോസിറ്റീവായിട്ടാണ് ഈ വിഭാഗങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്തിട്ടുള്ളത്. എന്നാൽ ചില സങ്കുചിത താല്പര്യം എന്നുള്ളത് മാത്രമല്ല, പിന്തിരിപ്പൻ വാദങ്ങളുമായി പൊതുസമൂഹത്തിൽ ഇതിനു മുൻപും പല ഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ചെറിയ ആളുകൾ അവർ ഇതിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ നേരത്തെ സംസാരിച്ച സഹപാനലിസ്റ്റ് സൂചിപ്പിച്ചു, അധ്യാപകരുടെ വലിയ രോക്ഷം പ്രതിഷേധമുണ്ട്, വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെയൊക്കെ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഏത് ഡാറ്റയുടെ ഏത് കണക്കിൻ്റെ അവരുടെ തന്നെ ഒരു സഹപ്രവർത്തകനായിട്ടുള്ള, അവരുടെ തന്നെ സംഘടനയുടെ ഒരു സഹപ്രവർത്തകനായിട്ടുള്ള സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമല്ലാതെ
കേരളത്തിനകത്തെ രക്ഷിതാക്കൾ, കേരളത്തിനകത്തെ വിദ്യാർത്ഥികൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും വിയോജിപ്പ് രേഖപ്പെടുത്തിയതിൻ്റെ അനുഭവം, അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന ഒരുപാട് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയാസമുണ്ട് എന്ന് പറയുന്നു, അങ്ങനെ പ്രയാസം രേഖപ്പെടുത്തിയതിൻ്റെ എന്തെങ്കിലും ഒരു ഡാറ്റ ഇവരുടെ മുൻപിലുണ്ടോ? ഇതൊന്നുമില്ലാതെ പിന്തിരിപ്പനായിട്ടുള്ള വാദഗതി ആവർത്തിച്ച് ഇവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞതിൻ്റെ കാരണം എന്താ? ഇപ്പോൾ ഇവരുടെ സംഘടനയുടെ ഭാരവാഹി അദ്ദേഹത്തിൻ്റെ മകൻ ഇതിൽ പങ്കെടുപ്പിക്കുന്നതിന് താല്പര്യമില്ല എന്ന് അറിയിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് അല്പവസ്ത്രധാരികളായിട്ട് ആണ് കുട്ടികൾ ഈ പറഞ്ഞവർക്ക് ഈ സുംബ പരിശീലിക്കുന്നതിന് വേണ്ടി പോകുക എന്നുള്ളത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്, എവിടെ നിന്ന് ലഭിച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പച്ചക്കള്ളമല്ലേ? ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ വാദം ആരംഭിച്ചതിന് ശേഷം ഇങ്ങോട്ട് കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് വിദ്യാർത്ഥികൾ ഇത് പരിശീലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ, വീഡിയോകൾ സഹിതം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിൽ, എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എന്തു വസ്തുതയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്രമേൽ നീചമായ ആക്ഷേപം അല്ലെങ്കിൽ ഇത്തരത്തിൽ നീചമായിട്ടുള്ളൊരു പ്രചരണത്തിന് ഇവർ ഇറങ്ങി പുറപ്പെട്ടത് എന്നതിനെക്കുറിച്ച് പൊതുസമൂഹം വളരെ കൃത്യമായി തന്നെ കാണുന്നുണ്ട്, അതിനെ വിശകലനം ചെയ്യുന്നുണ്ട് എന്നുള്ളതിനകത്ത് തർക്കമല്ല. സ്വാഭാവികമായും അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടാവും. അഭിപ്രായം പറയുന്നതിനകത്ത് ഏതൊരാൾക്കും അവകാശമുണ്ട്. ആ നിലയ്ക്ക് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിക്കോട്ടെ. അതിനപ്പുറത്തേക്ക് ഫത്വ ഇറക്കുന്ന നിലയിൽ ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് അനുവദിക്കില്ല എന്ന നിലയിലേക്ക് ഒരു പറയുന്നതിനകത്ത് എന്തെങ്കിലും ലോജിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പോട്ടെ നോക്കാം. ഒരു ലോജിക്കുമില്ലാതെ അങ്ങേയറ്റം സങ്കുചിത മനോഭാവത്തോടുകൂടി ഇത് അനുവദിക്കില്ല എന്നുള്ള തിട്ടൂരവുമായി ഇറങ്ങുമ്പോൾ ഇതിനു മുൻപും എത്രയോ അനുഭവങ്ങൾ ഈ നാടിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. ഇവിടെ വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതുമായി ബന്ധപ്പെട്ട് നേടാൻ വേണ്ടി പാടില്ല എന്ന തിട്ടൂരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പിൻകാല ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഈ വിധത്തിൽ പല നിലയ്ക്കുള്ള തിട്ടൂരങ്ങളും പല ഘട്ടത്തിലും ഇങ്ങനെ പല ആളുകളും ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ആ തിട്ടൂരങ്ങളെ മുഴുവൻ പരാജയപ്പെടുത്തിയതിൻ്റെ ചരിത്രമാണ് നമ്മുടെ നാടിനടക്കം പറഞ്ഞു വെക്കാനുള്ളത്. ഇപ്പോൾ ഏതാനും അധികമൊന്നും ആയിട്ടില്ലല്ലോ, അധികം വർഷങ്ങളൊന്നും പുറകോട്ട് പോകണ്ട. പെൺകുട്ടികൾ ഫ്ലാഷ് മോബ് കളിച്ചതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ചില ആളുകൾ അഴിച്ചുവിട്ട ആക്രോശങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അതിനെ പ്രതിരോധിച്ചപ്പോൾ അന്ന് വലിയ തോതിൽ അതിനെതിരെ നിലപാട് സ്വീകരിച്ച ആളുകൾ അവരുടെ പല ക്യാമ്പയിനുകളുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളുടെ ഫ്ലാഷ് മോബ് നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് വന്നതിൻ്റെ അനുഭവം ഈ വലിയ ഏറിയ ദൂരത്തൊന്നും അല്ലല്ലോ നമ്മുടെ മുൻപിലുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു നാടിനകത്ത് നല്ല നിലയ്ക്കുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ, പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക മുന്നോട്ട് പോക്കുകൾ ഉണ്ടാകുമ്പോൾ അതിനെ പുറകോട്ട് നടത്തുന്നതിന് വേണ്ടി ഇത്തരം ആളുകൾ പല ഘട്ടത്തിലും ഇടപെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ മാത്രമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഇടപെടലിന് ഈ നാട് പുല്ലുവില കൽപ്പിക്കുമെന്നുള്ളതിനകത്ത് ഒരു തർക്കവും വേണ്ട. ആ നിലയിൽ തന്നെ നിങ്ങളുടെ അറിവിന്തിരിപ്പനായിട്ടുള്ള വാദങ്ങളെ ഈ നാട് തള്ളിക്കളയും. വളരെ പോസിറ്റീവായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് തെറ്റായ ഇടപെടൽ നടത്തുന്ന ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ നാട്ടിനകത്തുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും ധാരണയുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇവരുടെ ഈ അറിവിന്തിരിപ്പൻ വാദത്തെ ഈ ഘട്ടത്തിൽ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വലിയൊരു ശതമാനം വരുന്ന മനുഷ്യരും തള്ളിക്കളയുന്നത്, വിദ്യാർത്ഥികൾ തള്ളിക്കളയുന്നത്, അധ്യാപകർ തള്ളിക്കളയുന്നത്. ആരാണ് ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എംഎസ്എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലാണ്ട് ആരെയും ഈ ഒരു ഇടവേളക്കകത്ത് നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ ഈ അങ്ങേയറ്റം സങ്കുചിതമായിട്ടുള്ള അഭിപ്രായത്തെ തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധ്യം ഈ നാടിനുണ്ട് എന്ന് തൽക്കാലങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. യെസ്, പി എം അർഷോ, ഞാൻ തിരിച്ചു വരാം. എന്തായാലും പഴയ കാലഘട്ടത്തിലൊക്കെ ഇത്തരമുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്നത് കയറി കത്തിപ്പിടിക്കുന്നത് പോലെ കേരളത്തിൽ ഇത്തവണ അങ്ങനെ ഒരു സ്വാഗതം ചെയ്യൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പി എം അർഷോ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് കൃത്യമാണ്. ചില കോർണറുകളിൽ നിന്ന് മാത്രം അത് ഉണ്ടായിട്ടുണ്ട്. അവർക്കും ഇപ്പോൾ പിന്തിരിഞ്ഞ് നോക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ സമൂഹത്തിൽ ചില ആളുകളിൽ നിന്ന് മാത്രം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് എന്നത് അവരെ തന്നെ ചിന്തിപ്പിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് വന്നിരിക്കുന്നതെന്നാണ്. ഞാൻ വരാം. പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധയാണ് ഡോക്ടർ ലിസി ഷാജഹാൻ. അവർ ലൈഫ് കോച്ചാണ്, എഴുത്തുകാരിയാണ്. ഡോക്ടർ ലിസി ഷാജഹാൻ, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾക്ക് പോലും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ മനഃശാസ്ത്രപരമായ മേഖലകളിലൊക്കെ പരിശീലനം കൊടുക്കുന്ന ആളുകളാണ്. ഇപ്പോൾ നോക്കൂ, സുംബ നൃത്തം എന്നത് വിളിക്കുന്നുണ്ടെങ്കിലും അതൊരു വ്യായാമ മുറയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു മനഃശാസ്ത്ര ടൂളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഈ ഘട്ടത്തിൽ ഇങ്ങനെ അവതരിപ്പിച്ചതിനെയാണ് ഇപ്പോൾ മുഹമ്മദ് ഷമീലിനെ പോലുള്ളവർ പറയുന്നത്. ചില മതസംഘടനകളിൽപ്പെട്ട ആളുകളും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അവരും പറയുന്നത് ലഹരിക്ക് സൂംബ കൊണ്ട് എങ്ങനെയാണ് ഒരു ഉത്തരം ഉണ്ടാക്കാനാകുക,
ഇതിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ, ഗവേഷണം ഫലമുണ്ടോ? അതിന് ഈ DJ പാർട്ടികളും നൈറ്റ് ലൈഫ് കൾച്ചറും ഒക്കെ കൊണ്ടുവരുന്നത് പോലെയാണ് ഇത്തരൊരു ഡാൻസാണ്, ആ കൾച്ചറാണ് കൊണ്ടുവരുന്നതെങ്കിൽ കുട്ടികൾക്ക് ലഹരി ഉപയോഗിക്കാൻ മനസ്സ് തോന്നും എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്താണ് മറുപടി? പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സൂംബ സ്കൂളുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്തതിനെ തീർച്ചയായിട്ടും ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക്, എസ്പെഷ്യലി നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും ഭൗതികവും ആത്മീയവും സാമൂഹികവുമായ മെച്ചപ്പെടലാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് എത്രമാത്രം ആരോഗ്യപരമായ ശരീരം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സും ഉള്ളതെന്ന് നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഫിസിയോളജി ചേഞ്ച് ചെയ്യുമ്പോൾ സൈക്കോളജി ചേഞ്ച് ആവും, നമ്മുടെ മനസ്സിൽ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പുറകെ കുട്ടികൾ പോകുന്നു. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിൽ പോകുന്നില്ല, ഇമ്മീഡിയറ്റ് പ്ലഷർ വേണം, അല്ലെങ്കിൽ ഡോപ്പമൈൻ ഹണ്ട് വേണം. അതിന് വേണ്ടിയിട്ടാണ് ആളുകൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മയക്കുമരുന്ന്, MDMA പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികൾ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇവിടെ കുട്ടികൾ അല്ലെങ്കിൽ ആരായിരുന്നാലും ശാരീരികമായി നിങ്ങൾക്കൊരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ആദ്യം ബ്രെയിനിന്റെ കെമിസ്ട്രിയാണ് മാറുന്നത്. അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഡോപ്പമൈനും എൻഡോർഫിനും സെറട്ടോണിനും ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇൻസ്റ്റന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ബോഡി അനങ്ങുമ്പോൾ തന്നെ ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് കുട്ടികളാണ് അത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ ആകും, മൂഡ് എലിവേറ്റ് ചെയ്യും, അവർക്ക് ഇമോഷണൽ റെസീലിയൻസ് ഉണ്ടാകും. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സ്ട്രെസ് മാത്രമല്ല, അവരെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മൈൻഡായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഡോപ്പമൈൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇതിലിവിടെ ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പറയുന്ന വിമർശിക്കുന്നവർ അത് കാണുന്നില്ല? രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ കുട്ടികൾ, നിങ്ങൾ രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും ഞാനടക്കമുള്ള മനഃശാസ്ത്രജ്ഞരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഇന്നത്തെ കുട്ടികളുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഫുഡ് ഹാബിറ്റ്, അവരുടെ അഡിക്ഷൻ, അല്ലെങ്കിൽ ഇപ്പം സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന രീതി, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ടൈമിങ്, ഇതെല്ലാം നമ്മൾ പല സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കുട്ടികളുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്, ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് ഒരു കുട്ടിയും ഉറങ്ങുന്നില്ല, ലേറ്റായിട്ട് ഉറങ്ങുന്നു, ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നു. സൂംബ പോലെയുള്ള ഒരു സംഭവം, ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മെമ്മറി ഇഷ്യൂസ്. പഠിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മറന്നു പോകുന്നു. ഇപ്പം സാറ് സൂചിപ്പിച്ച പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി സ്കൂളുകൾ ടീച്ചേഴ്സിനും അതേപോലെ രക്ഷിതാക്കൾക്ക് സ്റ്റുഡൻസിനും ട്രെയിനിങ് കൊടുത്തിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാണ്, പല കുട്ടികളും ക്ലാസ്സിൽ വന്നിരുന്ന് ഉറങ്ങുന്ന കാണാം. ഒബിസിറ്റി ഒരു പ്രശ്നമല്ലേ? അതുപോലെ ടീനേജേഴ്സിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ടീനേജേഴ്സിന്റെ ഇഷ്യൂസ്, അഡോളസൻസ് പ്രോബ്ലംസ്, ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ PCOD പോലെയുള്ള പ്രോബ്ലം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു എനർജി, അതായത് നമുക്കൊരു ഇതിനെയൊക്കെ തിരിച്ച് കൊണ്ടുവരാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി, ലഹരി ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ലഹരിയെക്കുറിച്ചുള്ള ചിന്ത ഇല്ലാതാക്കാനും അതിനേക്കാൾ കൂടുതൽ ഇത് ലഹരിയിലേക്ക് താല്പര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നാണ് നേരത്തെ ഷമീൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അതെങ്ങനെ കാണും? അല്ല, ഒരിക്കലുമല്ല. അത് തെറ്റായ ഒരു ധാരണയാണ്. അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന രീതി ശരിയാക്കി മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് പല പഠനങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഈ ഒരു തരത്തിലേക്ക് ഇതിനകത്ത് വീണ്ടും ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, കുട്ടികളുടെ ഈ ഒരു സന്തോഷത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത്. ജോയുടെ ഒരു എലമെന്റ് ഉണ്ട്. കുട്ടികളെ നമ്മൾ എപ്പോഴും രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും പഠിക്കുക എന്നുള്ളൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്. ഈ പാരന്റൽ എക്സ്പെക്ടേഷൻ വളരെ വലുതാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാത്ത ഒരു കുട്ടിയെ പിതാവിനാൽ മർദ്ദിക്കപ്പെട്ടു. അതിന്റെ എൻഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. പാരന്റൽ എക്സ്പെക്ടേഷന്റെ സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക്. അതുപോലെ കുട്ടികൾ പിയർ പ്രഷർ ഉണ്ട്, പിയർ ഇൻഫ്ലുവൻസ് ഉണ്ട്, ബോഡി ഷെയ്മിങ് ഉണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നിടത്താണ് നമ്മൾ ഇതുപോലെ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന ഒരു കറേജ്, ഒരു സെൽഫ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ വലുതല്ലേ? ഈ ഇങ്ങനെ ഒരു ഫ്രീഡമാണ് കുട്ടിക്ക് കിട്ടുന്നത്. കാരണം ഇതിനകത്ത് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇന്റൻഷൻ, കറക്റ്റ് ഇന്റൻഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ശാരീരികമായ മെച്ചപ്പെടലിന്, മാനസികവും ഭൗതികവുമായ മെച്ചപ്പെടലിനെ സഹായിക്കുമെന്നുള്ള ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചർച്ചയുടെ ആവശ്യം പോലും ഇവിടെ ഇല്ല. ഈ ഒരു അവസരത്തിൽ
കുട്ടി ഇത് മാത്രമല്ല മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഞാൻ ഈ സൂംബയുടെ ഒരു എന്തിന് സൂംബ നമ്മൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള 2 പോയിന്റ് കൂടെ ഒന്ന് പറയാം. നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. ഈ മൈൻഡ്ഫുൾനെസ് വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് 3 സെൻസ് ഓർഗനും അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഈ സൂംബ എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് സ്റ്റൈൽ ഈ ഒരു മോഡൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ 3ഉം അവർക്ക് ബോഡി പോസ്റ്റർ നോക്കണം, അവരെ റിതം നോക്കണം, അതുപോലെ തന്നെ മ്യൂസിക്കിനൊത്ത് അവർ മൂവ് ചെയ്യണം. ഇവിടെ ഒരു മൈൻഡ്ഫുൾനെസ്, ഒരു അലൈൻമെന്റ് വരുന്നുണ്ട്. ഇത് കുട്ടിയുടെ ഫോക്കസിനെയും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയെയും ഇമ്പ്രൂവ് ചെയ്യും. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാത്തിനും ഉപരി എനിക്കറിയാം എല്ലാ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും പറയുന്ന ഒരു വാക്കാണ് ലൈഫ് സ്കിൽസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ ലൈഫ് സ്കിൽസ് നമ്മൾ പഠിക്കണമെങ്കിൽ ഇതുപോലെ പാഠ്യേതര, എസ്പെഷ്യലി സ്പോർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ ഇൻവോൾവ് ചെയ്താൽ മാത്രമേ കുട്ടി ജീവിതം പഠിക്കുകയുള്ളൂ. തോൽക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഓടാൻ പഠിക്കുകയുള്ളൂ. അതുപോലെ കുട്ടി ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പഠിക്കുകയുള്ളൂ. അവനവനെ കുറിച്ചുള്ള ബോധം പഠിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എതിർക്കുന്നതിന് മുൻപ് ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്, ഇതുകൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് ആത്യന്തികമായി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുന്നതാണ് എനിക്ക്. ശരി, ഞാൻ വരാം. ഡോക്ടർ ലിസി ഷാജഹാൻ, നമുക്ക് ഈ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപിക തന്നെയാണ് നമ്മളോടൊപ്പം അടുത്തതായുള്ളത്. ദേവിക ടീച്ചറാണ്. ടീച്ചർ സർക്കാർ സ്കൂൾ അധ്യാപികയാണ്. ഒരു സ്കൂളിൻ്റെ തലപ്പത്ത് ഇപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ദേവിക ടീച്ചർ, ഈ കാര്യത്തിലേക്ക് ഞാൻ ഏറ്റവും അവസാനം ഞാൻ ടീച്ചറിലേക്ക് വരാൻ കാരണം എന്താണ് നമ്മുടെ നാട്ടിലെ ചർച്ച എന്ന് ടീച്ചറും കേൾക്കണമല്ലോ. സൂംബ വ്യായാമം നിങ്ങളുടെയൊക്കെ സ്കൂളുകളിലും അല്ലെങ്കിൽ അടുത്ത സ്കൂളുകളിലും ഈ പൊതുവിദ്യാലയങ്ങളിൽ, കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങളിൽ ലഹരിക്കെതിരെ എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കുട്ടികൾ ഇതെങ്ങനെ സ്വീകരിച്ചു എന്നുള്ളത് ടീച്ചറൊന്ന് വിശദീകരിക്കുമ്പോൾ കേൾക്കാൻ കേരളത്തിലെ രക്ഷിതാക്കൾക്ക് താല്പര്യമുണ്ടാകും. അവരൊക്കെ പേടിച്ചിരിക്കുകയാണ്. എൻ്റെ കുട്ടികളെ ഇനി സംസ്കാരം മാറ്റാൻ പോവുകയാണോ, ആ കുട്ടികൾ ഇനി മയക്കുമരുന്നിലേക്ക് പോകാൻ പോവുകയാണോ, ഇത് കണ്ടിട്ട് ഇതിൻ്റെ പാട്ടും ഇതിൻ്റെ ഋതുവും ഒക്കെ കൂടി വെച്ചിട്ട് ഇനി കുട്ടി ലഹരിക്ക് അടിമയാകാൻ പോവുകയാണോ, എന്താണെന്ന് അവർ പേടിച്ചിരിക്കുകയാണ്. എന്താ നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ നടക്കുന്നത് ടീച്ചർ? വളരെ ആവേശത്തോടെയാണ് കുട്ടികൾ ഈ സൂംബയെ ഏറ്റെടുത്തിട്ടുള്ളത്. അവർ വലിയ സന്തോഷത്തോടെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പോൾ വളരെ സന്തോഷത്തോടെ കുട്ടികൾ ചോദിക്കുകയാണ്, ഇന്നില്ലേ, അല്ലെങ്കിൽ ഇന്ന് ചെയ്യണ്ടേ നമുക്ക് എന്നിങ്ങോട്ട് വന്ന് ചോദിക്കുന്ന ആളുകളാണ്. നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് 2 to 4 ഇൻ ബിറ്റ്വീൻ 2 to 4 ആണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇന്നില്ലേ ടീച്ചറെ എന്ന് വന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുട്ടികൾ മാത്രമല്ല, അധ്യാപകരും വളരെ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ടീച്ചേഴ്സ് എല്ലാവരും കൂടെ നിന്ന് ചെയ്യുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് മാനസികവും ശാരീരികവുമായ ആരോഗ്യം എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ അധ്യാപകർക്കും അതുപോലെ മാനസികവും ശാരീരികവുമായ ഒരു ഉണർവ് കൊടുക്കുന്നതാണ് സൂംബ എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത്. ടീച്ചർ, ഇപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ ലഹരിക്ക് സൂംബ എങ്ങനെ ഉത്തരമാകും എന്നാണ് വിമർശിക്കുന്നവർ ചോദിക്കുന്നത്. ഒന്ന് അത്. രണ്ടാമത്തെ കാര്യം, അല്പവസ്ത്രത്തിൻ്റെ ചർച്ച 2-3 ദിവസമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അല്പവസ്ത്രം ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഈ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തന്നിരിക്കുന്ന വീഡിയോയിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇനി ടീച്ചർമാരും അല്പവസ്ത്രമായിട്ട് വരണം, കുട്ടികളും അല്പവസ്ത്രമായിട്ട് വരണം. അങ്ങനെയാണോ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അഥവാ ഫുൾ വസ്ത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് അല്പമാക്കി മാറ്റുമോ? എന്താണ് അവിടെ? അത് കേൾക്കുമ്പോൾ ചിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം നമ്മൾ സ്കൂളിൽ യൂണിഫോമാണ്. എല്ലാ സ്കൂളുകളിലും കുട്ടികൾ യൂണിഫോമാണ് ധരിക്കുന്നത്. ടീച്ചേഴ്സ് ചുരിദാർ അല്ലെങ്കിൽ സാരി. അപ്പോൾ ചുരിദാർ ഇട്ടിട്ടാണ് ഈ സൂംബ ചെയ്യാൻ സൗകര്യം എന്നുള്ളത് കൊണ്ട് സൂംബ ഡേയ്സിൽ ടീച്ചേഴ്സ് മാക്സിമം ചുരിദാർ ധരിക്കാൻ ശ്രമിക്കുന്നു. കുട്ടികൾ സ്കൂൾ യൂണിഫോം ധരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല വസ്ത്രമാണ്. നമ്മളുടെ എല്ലാ സ്കൂളുകളിലെയും യൂണിഫോം നല്ലതാണ്. അപ്പം അല്പവസ്ത്രത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നേ ഇല്ല. അതിനെ ചിരിച്ചു തള്ളാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. പിന്നെ ലഹരിയുടെ കാര്യം പറഞ്ഞു. ഇന്നത്തെ കാലത്ത് എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് വലിയ സ്ട്രെസ്സാണ് കുട്ടികൾ അനുഭവിക്കുന്നത്. മിക്കവാറും വീടുകളിലൊക്കെ അച്ഛനമ്മമാരൊക്കെ, ഇപ്പോഴത്തെ ഒരു തലമുറയിലെ അച്ഛനമ്മമാരൊക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കും. അപ്പോൾ അവരും വീട്ടിൽ വന്നാൽ അതിൻ്റേതായ സ്ട്രെസ്സുകൾ അവർക്കുണ്ടാവും. അതേപോലെ തന്നെ കുട്ടിക്ക് പഠനം, സ്കൂളിലെ പഠനം, അതേപോലെ തന്നെ ചിലപ്പോൾ ട്യൂഷൻ ക്ലാസ്സുകൾ, അങ്ങനെയല്ല, പഠനം ഒരു സ്ട്രെസ്സായി മാറുന്ന ഒരു ഘട്ടത്തിലാണ്. നേരത്തെ പറഞ്ഞ എൻട്രൻസ് മോക്ക് എക്സാമിൽ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ ഉണ്ടായ അച്ഛൻ്റെ സ്ട്രെസ്സൊക്കെ നമ്മൾ കണ്ടതാണ്.
അപ്പോൾ ആ രീതിയിൽ അനുഭവിക്കുന്ന സ്ട്രെസ്സുകളിൽ നിന്നും കുട്ടികൾ ഈ ലഹരിയുടെ പാതയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം പലപ്പോഴും അവരൊറ്റപ്പെടുന്നു, അവർക്ക് മറ്റ് തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ലഹരിയുടെ വഴിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിൽ നിന്നൊക്കെ മാറി സ്ട്രെസ് റിലീസാണ് സൂംബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ മാനസികവും ശാരീരികവുമായ ശരീരം നന്നായിട്ട് എന്താ പറയുക ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ്, ഫ്ലെക്സിബിൾ ആകുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ വെറുതെ ഇങ്ങനെ നമ്മൾ പണ്ട് കാണിച്ചിരുന്ന മാസ് ഡ്രില്ല് പോലെ 1 2 3 അങ്ങനെ പറയാൻ താല്പര്യമുള്ള ആൾക്കാരൊന്നുമല്ല. അവർ മ്യൂസിക്കിനെയും അതേപോലെ തന്നെ വിഷ്വൽ അവർ സ്വയം റീൽസും എല്ലാം ചെയ്ത് നല്ല ആക്റ്റീവായിട്ടുള്ള ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികളും എല്ലാവരും അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ലഹരിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ സൂംബ പോലുള്ള വ്യായാമങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും എന്നാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളായ എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഒരു സൂംബ നൃത്തം കൊണ്ട് എല്ലാത്തിനും അവസാനമാക്കാൻ പറ്റുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. അങ്ങനെ പൊതുവിദ്യാഭ്യാസ വകുപ്പും കരുതുന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കുട്ടികൾക്ക് റിലാക്സേഷൻ ഉണ്ടാകാൻ കണ്ടെത്തിയ വിദഗ്ധരുടെ ഒരു ഉത്തരമാണ് അത്. അതിന് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇതൊന്നും വേണ്ട, ഇങ്ങനൊരു ശ്രമമേ വേണ്ട. ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഇത് ഞങ്ങൾ യോജിക്കില്ല, ഞങ്ങൾ ഇതിനെതിരെ നിൽക്കുകയാണ്, ഈ സ്കൂളിൽ ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തലാക്കി അവസാനിപ്പിച്ച സ്കൂളുകളെക്കുറിച്ച് ടീച്ചർക്ക് അറിയാമോ? കുട്ടികൾ അങ്ങനെ വല്ലാതെ പരിഭവിച്ച് നിൽക്കുന്ന എവിടെയെങ്കിലും ടീച്ചർക്ക് അങ്ങനെ ഒരു പരാതി കേൾക്കാനായോ? രക്ഷിതാക്കൾക്ക് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഞങ്ങൾ മാറി നിൽക്കുകയാണ്, ഞങ്ങളുടെ സംസ്കാരത്തെ ഇത് ബാധിച്ചിരിക്കുന്നു എന്ന് കേട്ട് ഇതില്ലാതായി എന്ന് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഒരു ഉത്തരം ഇപ്പോൾ കൊടുക്കാനുണ്ടോ? ഇല്ല, ഈ നിമിഷം വരെയും അങ്ങനെ ആരും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഇങ്ങനെ ഒരാൾ പോസ്റ്റ് ചെയ്തത് കണ്ടത്. അല്ലാതെ എനിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അധ്യാപക സുഹൃത്തുക്കളുണ്ട്, അവരോടെല്ലാവരോടും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിക്ക ആളുകളോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ ആവേശത്തോടെ സ്വീകരിച്ചു. ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. മഴ വലിയൊരു പ്രശ്നമാണ്, ഇപ്പോൾ മഴയത്ത് നമുക്ക് ചിലപ്പോൾ കഴിയാറില്ല. അപ്പോൾ കുട്ടികൾ പരിഭവിക്കാറുണ്ട്, നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് ചെയ്യാം സാറേ എന്ന് പറയാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇത് നടപ്പിലാക്കിയത് കൊണ്ട് പരിഭവിച്ചതായിട്ട് ഇതുവരെ ഒരാളും പറഞ്ഞു കേട്ടിട്ടില്ല. ശരി, ഞാൻ വരാം. മുഹമ്മദ് ഷമീൽ, നോക്കൂ, താങ്കൾ നേരത്തെ ചോദിച്ചത് ഡേറ്റയാണ്, താങ്കൾ നേരത്തെ ചോദിച്ചത് ഇതിൻ്റെ ശാസ്ത്രീയ അടിത്തറയാണ്. ഇവിടെ നോക്കൂ, നമുക്ക് നമ്മുടെ മുമ്പിലുള്ള സ്കൂളുകളിലാണ് എവിടെയെങ്കിലും അവിടെ ഇവിടെയൊക്കെ താങ്കൾ പറഞ്ഞ അഭിപ്രായമുള്ളവരുണ്ടാകാം, ഇനി നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് സംശയങ്ങൾ ഉയർത്തിയവരുണ്ടാകാം. പക്ഷെ ഒരു സ്കൂളിൽ പോലും ഇത് നിർത്തിവെക്കേണ്ടി വന്നിട്ടില്ല, ആരെയും നിർബന്ധിച്ച് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അതിൽ താല്പര്യമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അത് അവർക്ക് മാറി നിൽക്കാം, അത് അറിയിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കളിയല്ലല്ലോ, ഇതൊരു ചികിത്സാ രീതി പോലെ, ഇതൊരു മാനസിക ശാസ്ത്ര ഉപാധിയായിട്ടാണല്ലോ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതും കൂടി സ്കൂളിന് മനസ്സിലാക്കേണ്ടതുണ്ടാകും. വിദ്യാഭ്യാസ വകുപ്പ് അതിലും പഠിച്ച അടുത്ത ഉത്തരം കണ്ടെത്താൻ നോക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു ചർച്ചയുടെ തന്നെ ആവശ്യമുണ്ടോ ഇപ്പോൾ തോന്നുന്നുണ്ടോ ഷമീൽ? തീർച്ചയായിട്ടും ചർച്ചയുടെ വളരെ അനിവാര്യതകളുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ചർച്ചക്ക് കൊണ്ടുവരുമ്പോൾ തന്നെയാണ് അതിന്റെ എല്ലാ വശങ്ങളും പഠിക്കുക. അപ്പൊ നോക്കൂ, പിന്നെ നേരത്തെ ഇവിടെ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറഞ്ഞു, പക്ഷെ അത് ശരിയല്ല. അത്തരത്തിൽ ഒരുപാട് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ നേരത്തെ ദേവിക ടീച്ചറും മറ്റൊക്കെ പറഞ്ഞു, അതിന് ഫേവറായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള അഭിപ്രായങ്ങളെ അവർക്ക് ഒരുപക്ഷെ കിട്ടുകയുണ്ടാവുള്ളൂ. നേരെ മറിച്ച് അത്തരം കാര്യങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് അത്തരത്തിലുള്ള ഫീഡ്ബാക്കുകളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് അതിനെ നമ്മൾ കാണണം. അതിന് കേരളത്തിൽ ആരും എതിരല്ല എന്നോ കേരളത്തിൽ ആർക്കും അതിൽ എതിരഭിപ്രായം ഇല്ല എന്നോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ ചെറിയ മക്കളല്ലേ, അവർക്ക് ഈ നിലക്ക് അതിന്റെ ഒരു ദൂരവ്യാപകമായ കാര്യങ്ങളെ കുറിച്ച് പറയാനോ പഠിക്കാനോ ടീച്ചേഴ്സ് അവിടെയുള്ള അവരെ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ടീച്ചേഴ്സ് എന്താണ് അവരോട് പറയുന്നത് അവരത് ചെയ്യും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുട്ടികളിൽ നിന്ന് എതിർപ്പ് അങ്ങനെയാണെങ്കിൽ ഷമീൽ, അങ്ങനെയാണെങ്കിൽ അവരെ സ്നേഹിക്കുന്ന രക്ഷിതാക്കളും അവരെ സ്നേഹിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകളും പറയുന്നതും അവർ അങ്ങനെ തന്നെ ആയിരിക്കും എടുക്കുന്നത്.
ടീച്ചേഴ്സ് പറയുമ്പോൾ അതെ, അവരെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്കാണ് പറയുമ്പോൾ ഞാൻ വന്നത്, അവരങ്ങനെയല്ലേ അവിടേക്കാണ് ഞാൻ എടുക്കുന്നത്? വന്നത്. നോക്കൂ, അത്തരത്തിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കൺസേൺ ഉണ്ട്. ആ കൺസേൺ ഈ ഒരു സമയം വരേക്കും ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെയും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അല്ല, അത് ആ സ്കൂളല്ലേ? കൺസേണുകളെ സ്കൂളിൽ കൃത്യമായി നമ്മുടെ പരിഗണിച്ചുകൂടെ? കേരളത്തിലെ അത് ചർച്ചയ്ക്ക് ഒരു എടുത്തുകൂടെ? മിനിറ്റ് കേൾക്കൂ. നമ്മുടെ സ്കൂളുകൾ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന സ്കൂളുകളാണ്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ഇവിടെ വന്ന് പഠിക്കുന്നതാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു കാര്യത്തെ കുട്ടിക്ക് ദോഷകരമായിട്ടുള്ള രീതിയിൽ താങ്കൾ പറയുന്നത് പോലെ ആണെങ്കിൽ അങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് തീർത്ത് തന്നെ പോകാമല്ലോ. ഈ കാര്യത്തിൽ ഇപ്പോഴും അതിനുള്ള വേദികളുണ്ട്. നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ എതിർക്കാമെന്നല്ലാതെ, അതിനെക്കുറിച്ച് പരാതി പറയാമെന്നുള്ളതല്ലാതെ അത് നിർത്തിവെക്കണം എന്നൊരാവശ്യം ഉണ്ടോ? അല്ല, അത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അഭിപ്രായ പ്രകടനം തന്നെയല്ലേ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഫാസിസ്റ്റ് സമീപനം നമ്മൾ നടത്തിയിട്ടില്ലല്ലോ. നേരത്തെ ഇപ്പോൾ PM.R. സുഹൃത്ത് ആ നിലക്കുള്ള ഒരു പരാമർശം വന്നതുപോലെ തോന്നി. നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത്. മറ്റുള്ളവർ ഇത് ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ ഇത് ആ നിലക്കല്ല ഒന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. പിന്നെ അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഷമീൽ അങ്ങനെ പറഞ്ഞു. അല്ല, നമ്മൾ പറഞ്ഞു പോകുമ്പോൾ പറയണമല്ലോ, ഈ കാര്യങ്ങൾ ചർച്ച എന്ന് മന്ത്രി ഒരു വഴിക്ക് പറയുകയും ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയുമാണ് ചെയ്യുന്നത് എന്നാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന ഒരഭിപ്രായം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ലഹരിക്ക് ഇതെങ്ങനെ ഉത്തരമാകും എന്നാണ് ശാസ്ത്രീയ അടിത്തറയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ലഹരിക്കുള്ള ശാസ്ത്രീയ അടിത്തറയാണ് മനഃശാസ്ത്ര വിദഗ്ധ നേരത്തെ പറഞ്ഞത്. ഇതുവഴി ഇവരുടെ ദേഹം അനങ്ങുന്നത് വഴി, ഈ സംഗീതത്തിനോടൊപ്പം ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന റിതത്തിൻ്റെ ഒപ്പം പോകുന്നത് വഴി ഉണ്ടാകുന്ന അവരുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസ പ്രക്രിയയുടെയൊക്കെ കാര്യങ്ങൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചു. നിങ്ങൾക്കിത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കാനുള്ള ശാസ്ത്രീയ അടിത്തറയുണ്ടോ? നോക്കൂ, അതിൽ എന്താണ് ഇവിടെ ഇപ്പോ നേരത്തെ ഡോക്ടറും അതുപോലെ ടീച്ചറും ഒക്കെ പറഞ്ഞല്ലോ, ഇത് കുട്ടികൾക്ക് വ്യായാമം വളരെ അനിവാര്യമാണ്. അവരുടെ മാനസികോല്ലാസവും ശാരീരിക വ്യായാമ മുറകളും ഒക്കെ വളരെ അനിവാര്യമാണ്. അത് പല നിലക്കും കുട്ടികൾക്ക് ബെനിഫിഷ്യൽ ആണ്, യാതൊരു സംശയമില്ല, നിർബന്ധമായും വേണ്ടതാണ്. പക്ഷെ അതിന് എന്തുകൊണ്ട് സൂംബ മാത്രം? എന്തുകൊണ്ട് സൂംബ പാടില്ല? അതിൽ ശാസ്ത്രം, അതിൽ മ്യൂസിക് ഉള്ളത് കൊണ്ടാണോ? അതിൽ ഡാൻസ് ഉള്ളത് കൊണ്ടാണോ? അതിലേക്ക് വരും. അതിലിപ്പോ നോക്കൂ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതിൽ കൾച്ചറൽ എലമെന്റുകൾ ഉണ്ട്. അതിനോട് വിയോജിക്കുന്ന മറ്റു വിശ്വാസധാരകളിലുള്ള ആളുകൾക്ക് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചൂടെ? നിങ്ങൾ പ്രകടിപ്പിച്ചോളൂ. നിങ്ങൾക്ക് ഇനി ഒരു അടിത്തറയില്ലെങ്കിലും നിങ്ങൾ അതിനെ എതിർത്തോളൂ. അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. നിങ്ങൾ അതിനെ എന്താണ് എതിർക്കുന്നത്? മ്യൂസിക് ആണോ? നിങ്ങളല്ല കൾച്ചർ എന്ന് പറയുമ്പോൾ മ്യൂസിക്, ഡാൻസ് ഇതൊക്കെയാണോ? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇപ്പോ അല്പ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞു. അത് നിലവിൽ സ്കൂളുകളിലൊക്കെ യൂണിഫോം ധരിച്ചാണ് എന്നതും നമ്മൾ മനസ്സിലാക്കി, നമ്മളൊക്കെ കണ്ടത് തന്നെയാണല്ലോ. അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇത്തരം ഒരു ഡാൻസ് രൂപം എന്ന് പറയുന്ന സൂംബ ഡാൻസ്, അത് ഡാൻസ് അല്ല, അത് വ്യായാമമാണ്. അതിനകത്ത് മ്യൂസിക് കൂടി വരുമ്പോ അതൊരു എന്താണ് എന്റർടൈൻമെന്റും കൂടി ചേരുന്നു എന്നേ ഉള്ളൂ. അതെ, രണ്ടും മിക്സ് ചെയ്തുള്ള രൂപം. ഓക്കെ, ഞാൻ പറയുന്നത് അത് ചിട്ടപ്പെടുത്തിയുള്ള ഒരു കൊറിയോഗ്രാഫറാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊരു കൊറിയോഗ്രാഫറാണ് ചിട്ടപ്പെടുത്തിയുള്ളതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അല്പവസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ നേരത്തെ പറയുകയുണ്ടായി. അത് തീർച്ചയായും നമ്മുടെ സ്കൂളുകളിൽ സംഘടിപ്പിച്ചത് അങ്ങനെയല്ല എന്ന് നമുക്ക് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ വാദം നിങ്ങൾ പിൻവലിക്കുന്നു. നിങ്ങളുടെ ആ വാദം ഈ പൊതുവിദ്യാഭ്യാസത്തിൽ അല്ലല്ല, നിങ്ങൾ ഇപ്പോഴും അല്പവസ്ത്രത്തിൽ നിൽക്കുന്നുണ്ടോ? അതെ, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. നോക്കൂ, അല്ല, ഞാൻ ചോദിച്ചൊരു ഉത്തരം പറയൂ സാർ. നമുക്ക് അടുത്തേക്ക് വരാം. താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അല്പവസ്ത്രത്തെ കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറി. ഇല്ല, നിലവിൽ കുട്ടികൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്തത് എന്ന് നമ്മൾ എവിടെയും പറഞ്ഞില്ല. പക്ഷെ അത്തരം ഒരു കൾച്ചറിലേക്ക് ഇത് കൊണ്ടെത്തി. അതിന് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. നിലവിൽ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ സൂംബ ഡാൻസിനെ കുറിച്ചുള്ള പാരഗ്രാഫ് ഉണ്ട്. നമ്മൾ മറിച്ചു നോക്കൂ, അവിടെ കൊടുത്തുള്ള പിക്ചർ എന്താണ്? അവിടെ കൊടുത്തുള്ള നമ്മൾ ഈ പറയുന്നത് പോലെ അല്പവസ്ത്രമല്ലേ? അല്ലെങ്കിൽ ഈ നിലക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പല സ്കൂൾ കുട്ടിക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? എന്താണ് സാർ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അതിലൊരു ചിത്രം കാണിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയിലെ ചിത്രമാണ്, അത് യൂറോപ്പിലെ ചില ചിത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത്, മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് നിങ്ങളെക്കാളും ഒക്കെ വിവരമില്ലേ സാർ? നമ്മളെക്കാളും വിവരമില്ലേ? അതെ, ഞാൻ പറഞ്ഞത് അത്തരം ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ആ സൂംബ ഡാൻസ് എന്നത്. ആ സൂംബ ഡാൻസ് മാറ്റി എത്രയോ വ്യായാമ മുറകൾ ഇവിടെ ഇല്ലേ? എത്രയോ രൂപത്തിൽ നമ്മുടെ അതിന് വേണ്ടത് നിങ്ങൾ ഈ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് തീരുമാനിക്കുന്ന മനഃശാസ്ത്ര വിദഗ്ധർ അടങ്ങിയ ആ സമിതിയെ സ്വാധീനിക്കുന്ന രീതിയിൽ അവരുമായി ചർച്ച ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മനഃശാസ്ത്ര വിദഗ്ധരുടെ ഒരു കൂട്ടായ്മയിൽ ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. അവർ പറഞ്ഞത് സൂംബ നൃത്തത്തിന് ഇതിനുള്ള കഴിവുണ്ട്. അത് ലോകമൊട്ടാകെയുള്ള 186ഓളം ലൊക്കേഷനുകളിൽ അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്.
25 വർഷത്തിലേറെയായി അത് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെയൊക്കെ ഇല്ലാത്ത പ്രശ്നം എങ്ങനെയാണ് നമുക്കിവിടെ ഇങ്ങനെ ചൂണ്ടിക്കാട്ടാനാകുക എന്നതാണ്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ താങ്കളിലേക്ക് ഇപ്പം ചോദിച്ചിട്ട് ഞാൻ അടുത്ത ആർഷോയിലേക്കൊന്ന് പോകട്ടെ. ഈ കാര്യത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ അല്പവസ്ത്രത്തിൻ്റെ പ്രശ്നങ്ങളില്ല. ഇവിടെ ഏതെങ്കിലും തരത്തിൽ താങ്കൾ ഇപ്പോഴും പറയുന്നത് നാളെ ഒരു കാലത്ത് അവർ വസ്ത്രത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സംസ്കാരം മാറുന്ന ഒരവസ്ഥ കുട്ടികൾക്കുണ്ടാകാം എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അക്കാര്യത്തിൽ നിങ്ങൾ അത് പരിശോധിക്കാൻ നാളെയുള്ള ഒരു കാലത്തിലേക്ക് ആലോചിക്കുക എന്നുള്ളതിനപ്പുറം ഇപ്പം നടക്കുന്ന സ്കൂളുകളിലെ പ്രവർത്തനങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് ഒരു എതിർപ്പും പറയാനില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ പറയട്ടെ. നോക്കൂ, ഈ വ്യായാമ മുറകൾ എന്നതിനെ നമ്മളെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്നതിനെ നമ്മളെല്ലാവരും ഇവിടെ ചർച്ച ചെയ്ത് നമ്മളെല്ലാവരും ഡോക്ടർ ലാൽ അടക്കമുള്ള എല്ലാവരും അംഗീകരിക്കുകയാണ്. പക്ഷെ അതിനെ സ്വീകരിച്ച സൂംബ എന്ന ഒരു നൃത്തരൂപത്തെ കുറിച്ച് മാത്രമാണ് ചർച്ച. ആ നിലക്ക് അതിന് ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു തലം കൂടി നോക്കൂ. ഇവിടെ വ്യായാമ മുറകൾ കൊടുക്കാൻ ഓൾറെഡി സ്കൂളുകളിൽ സംവിധാനമില്ലേ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന്റെ പീരീഡുകളില്ലേ? ആ പീരീഡുകളിൽ അതൊക്കെ ഉണ്ടായിട്ടാണ് ഈ കാലങ്ങളിലൊക്കെ ഇപ്പോഴും നമ്മുടെ കുട്ടികൾ റിലാക്സേഷൻ ഇല്ലാതെ അവർ ഇപ്പോഴും ലഹരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾക്കും ഒക്കെ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാലം മാറുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലേക്കും പോകേണ്ടി വരും. ഞാൻ വരാം. PMR ഷോ നോക്കൂ, ഇതാണ് ഇപ്പോഴുമുള്ള വാദം. പക്ഷെ അതിൽ അല്പവസ്ത്രത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഇവിടെ സംസ്കാരത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തിലുമൊക്കെ ചില ആ വാദങ്ങളിലെ പിടിമുറുക്കമൊക്കെ ഒന്ന് അഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ആർഷോ, എന്തിനാണ് എതിർക്കുന്നത്? സൂംബ നൃത്തം യോജിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താണ് പ്രശ്നം? ഡാൻസിനാണോ പ്രശ്നം? മ്യൂസിക്കിനാണോ പ്രശ്നം? എന്താണ് ഇവർ എതിർക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, എന്താണ് ഇവർ എതിർക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് തന്നെ വ്യക്തതയില്ല എന്നുള്ളതാണല്ലോ അദ്ദേഹം ഇത്രയും നേരം സംസാരിച്ചതിൽ നമുക്കൊക്കെ ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ അവർ നേരത്തെ പറഞ്ഞ അവരുടെ ആദ്യ പ്രതികരണം ഈ ഒരു സംവാദം അല്ലെങ്കിൽ ഈ ഒരു ചർച്ച ആരംഭിക്കാൻ ഇടയാക്കിയിട്ടുള്ള സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റിൽ ഉൾപ്പെടെ പ്രതിപാദിച്ചത് അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വിമർശനമായി അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും അവർ അതിൽ നിന്ന് പിന്മാറി. ഇനി സഹപാനലിസ്റ്റ് കുറച്ച് മുൻപ് സംസ്കാരത്തെ സംബന്ധിച്ച് ഏത് സംസ്കാരം, അതിനകത്ത് ഇതിനകത്ത് സാംസ്കാരികമായി അവർ കാണുന്ന പ്രയാസം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നില്ല. ഇനി ഇതിലുള്ള പാട്ടാണ് അവരുടെ വിഷയം. അവർക്ക് പല ഘട്ടത്തിൽ ചിലപ്പോൾ പാട്ട് പ്രശ്നമായിട്ടുണ്ടാകും, നൃത്തം പ്രശ്നമായിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള പാഠ്യപദ്ധതിയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായി സംഗീതം അഭ്യസിക്കുന്നുണ്ട്, ഡാൻസ് അഭ്യസിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ നിലയ്ക്കുമുള്ള എല്ലാ വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക ഇടപെടലുകളൊക്കെ നമ്മുടെ പാഠ്യപദ്ധതിയിലും പാഠഭാഗങ്ങളിലൊക്കെ ഉൾപ്പെടുത്തി അതെല്ലാം തന്നെ വിദ്യാർത്ഥികളിലേക്ക് വളരെ മനോഹരമായി എത്തിക്കുന്ന നിലയിലാണ് നമ്മുടെ സ്കൂളുകളും പൊതുവിദ്യാഭ്യാസ സംവിധാനമാകെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇനി ഏറ്റവും ഒടുക്കം അദ്ദേഹം പറഞ്ഞത് ഇത് ചിട്ടപ്പെടുത്തിയത് ഏതോ നർത്തകനാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അതായത് നർത്തകൻ ചിട്ടപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് എന്താണ് അവരതിൽ കാണുന്ന പ്രശ്നം എന്താണ്? അപ്പോൾ ഈ നിലയ്ക്ക് എന്തുകൊണ്ട് ഇവരിതിനകത്ത് എതിർക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ഘട്ടം വരെ അവർക്കൊരു വ്യക്തത വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നേരത്തെ സംസാരിച്ച മാഡം ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിച്ചതിനോട് ചേർത്ത് ഒന്ന് പറയാനുള്ളത്, പൊതുവെ ഇപ്പോൾ കോവിഡിന് ശേഷം വന്നിട്ടുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. അതിനകത്ത് വളരെ വ്യക്തതയോടുകൂടെ പറയുന്നുണ്ട് കോവിഡാനന്തരം പൊതുവെ നമ്മുടെ ലോകത്ത് തന്നെയുള്ള മനുഷ്യരുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ലോകത്താകെ തന്നെ പ്രത്യേകിച്ച് ആത്മഹത്യയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന വർധനവ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ തുടർച്ചയിലുണ്ടാകുന്ന ആത്മഹത്യകളുടെ എണ്ണത്തിലെ വർധനവൊക്കെ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും മാനസികമായി ഏറ്റവും മികച്ച ആരോഗ്യത്തോടു കൂടെയുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ്, ഈ സമൂഹത്തിൻ്റെ ആകെ കടമയാണ്. ആ കടമയുടെ തുടർച്ചയിലാണ് ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ ഈ പഠനം, പരീക്ഷ തുടങ്ങിയവയുടെ വലിയ സ്ട്രെസ്സ്, വലിയ ഭാരമൊക്കെ പേറിക്കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും വളരെ റിലാക്സ്ഡ് ആയിട്ട് ക്യാമ്പസ് സ്കൂളിനകത്ത് ചെല്ലുന്നതിന് വേണ്ടിയും പഠിക്കുന്നതിന് വേണ്ടിയും അതിനോടൊപ്പം തന്നെ മറ്റ് ഇതര അക്കാദമിക് ഇതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ മാനസികാരോഗ്യം, ശാരീരിക ആരോഗ്യം ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള വിപുലമായ പ്രവർത്തനങ്ങൾ, ആ വിപുലമായ പ്രവർത്തനങ്ങൾ വരാനിരിക്കുന്ന തലമുറ ഏറ്റവും മികച്ച നിലയിൽ രൂപപ്പെടണമെന്ന കാഴ്ചപ്പാടോടുകൂടി ഒരു സർക്കാർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. എന്ത് വന്നാലും അതിനെ എതിർക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനു മുൻപ് പല ഘട്ടത്തിലും നമ്മൾ കാണുകയാണ്. അതിപ്പോൾ വല്ലാധിപർ വിദ്യാഭ്യാസ മേഖലയെ ടാർഗറ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. ഇതിനു മുൻപ് ഈ പറഞ്ഞ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ
ചില സ്കൂളുകളിൽ അവതരിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ ഇവരാരംഭിച്ചിട്ടുള്ള വലിയ വിദ്വേഷ പ്രചരണം, വലിയ നിലക്കുള്ള ആക്രമണ സ്വഭാവത്തോടു കൂടിയുള്ള പ്രചരണമൊക്കെ ഈ നാട് കണ്ടതാണ്. അതിനെയൊക്കെ ഈ നാട് ചെറുത്ത് പരാജയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങേയറ്റം നാടിനെ പുറകോട്ട് നടത്തുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇവരുടെ കണ്ണിൻ്റെ പ്രശ്നമാണ്, ഇവരുടെ കാഴ്ചയുടെ പ്രശ്നം എന്നുള്ളതിൽ കവിഞ്ഞുകൊണ്ട് ഇന്ന് കേരളത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമല്ല സൂംബ. ഇനി ഇവർ പറയുന്നത് പോലെ സൂംബ മാത്രമല്ലല്ലോ, ഈ പറഞ്ഞ യോഗയുൾപ്പെടെയുള്ള വിവിധങ്ങളായ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തുണ്ട്. അത് ഇപ്പോൾ നേരത്തെ ഇദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നുണ്ടായിരുന്നു, വലിയ എതിർപ്പ് പല കോണുകളിൽ നിന്നുണ്ടെന്ന്. ഏത് കോണുകളിൽ നിന്ന് ഇവരുടെ തന്നെ സഹപ്രവർത്തകൻ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് തന്നെ നിലവാരമില്ലാത്തതാണ്, ഈ പറഞ്ഞ പോലെ അധിക്ഷേപത്തോടു കൂടിയുള്ളതാണ്, ഈ പറഞ്ഞ പോലെ വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോഴും വിയോജിപ്പ്. ഞാൻ ഒരു കാര്യം ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇന്ന് കേട്ട ചില പ്രതികരണങ്ങളിൽ ഇപ്പോൾ മുഹമ്മദ് ഷമീൽ പറഞ്ഞ അതിനോട് യോജിക്കാൻ പറ്റും, അതിനോട് അല്പ സാമ്യമുള്ള ഒരു പ്രതികരണം വന്നത് അതിശയിപ്പിക്കുന്നതാണ്. അത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റേതാണ്. ഇത് നമ്മുടെ വിദേശീയമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് സൂംബ, എന്തിനാണ് സൂംബ എന്ന് ചോദിച്ചതാണ് BJP നേതാവ് വി മുരളീധരൻ. പിന്നെ അതാ കേൾക്കുന്നത് മുഹമ്മദ് ഷമീലിനെ പോലുള്ളവരിൽ നിന്നാണ്. സമയം തരികയാണെങ്കിൽ വിശദീകരിക്കാൻ പറ്റും, ഇടപെടാതെ സമയം തരികയാണെങ്കിൽ. ഷമീലിനെ പോലുള്ള ആളുകൾ സ്വയം ആലോചിക്കേണ്ടത് വി മുരളീധരൻ്റെ തലവാരത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അതിൽ കൂടുതൽ അതിനോട് പ്രതികരിക്കുന്നില്ല. ഇപ്പം ഇങ്ങനെ ഈ സമാന അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ചും പൊതുസമൂഹം വിലയിരുത്തട്ടെ എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിലും സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ പിന്തിരിപ്പൻ വാദങ്ങളുമായി എല്ലാ പൊതുസമൂഹത്തിനകത്തേക്ക് ഇറങ്ങി എന്ന് ഈ കൂട്ടരും മനസ്സിലാക്കുക. ഇതിനോടൊപ്പം എന്താ പറയുക, എന്നെ ഭയപ്പെടുത്തുന്ന ഒന്നുണ്ട്. അത് ഇദ്ദേഹത്തിന് തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ച ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ്റെ കുട്ടിയെക്കുറിച്ച്, മകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കുട്ടിയെക്കുറിച്ചാണ് എനിക്ക് വലിയ എന്താ പറയുക പ്രയാസം അല്ലെങ്കിൽ ആശങ്കയും ആകുലതയുള്ളത്. ഞാൻ കരുതുന്നില്ല ആ കുട്ടിയുടെ താല്പര്യമാണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് എഴുതിയിട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അദ്ദേഹത്തിൻ്റെ വളരെ ചുരുങ്ങിയ രാഷ്ട്രീയ കാഴ്ചപ്പാടിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനം മാത്രമായിരിക്കും അതിൽ ആ കുട്ടിയെ കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായത് ആ കുട്ടിയോട് ചെയ്യുന്ന മഹാപാതകമാണ് എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട്. നാളെ ആ കുട്ടി സ്കൂളിലേക്ക് പോകേണ്ടി വരും. ആ കുട്ടിക്ക് ഒരുപക്ഷെ താല്പര്യം ഉണ്ടാകും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി. അത് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ കരുതുന്നില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്ത് അദ്ദേഹം മോൾഡ് ചെയ്തെടുത്തൊരു കഥയായിരിക്കുന്നതിന് വേണ്ടിയേ തരമുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ആ കുട്ടി നിർബന്ധിതരാകും. ഈ പറഞ്ഞ പോലെ പിതാവ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിപ്പോയിട്ടില്ലേ, അതിന്റെ തുടർച്ചയിലാണ് ഞാൻ എങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ പോലും ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കും എന്ന നിലയിലേക്ക് ആ കുട്ടിക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിലുള്ള ആശങ്ക. അതിനപ്പുറത്തേക്ക് ഈ നാടിനകത്തുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റു മുഴുവൻ മനുഷ്യരും വളരെ പോസിറ്റീവായിട്ട് ഈ പ്രവർത്തനത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് ഒരാളുടെ പുറത്ത് നിർബന്ധിച്ചുകൊണ്ടുള്ള ഒന്നല്ല എന്നുള്ളതും ഇതിനോടകം തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഭിപ്രായം നാടിനെ പുറകോട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായ പ്രകടനമാണ്. അത് നിങ്ങളെപ്പോലെ പലരും ഇതിനു മുൻപും പല ഘട്ടത്തിലും ഉയർത്തിയിട്ടുണ്ട്. അതിനെ മുഴുവൻ പരാജയപ്പെടുത്തിയതിന്റെ ചരിത്രമാണ് നമ്മുടെ ചരിത്രം എന്ന് മാത്രം വളരെ വിനയത്തോടെ അങ്ങ് മനസ്സിലാക്കണം എന്നതാണ്. ശരി, ഡോക്ടർ ലിസി ഷാജഹാൻ, നോക്കൂ, നേരത്തെ മുഹമ്മദ് ഷമീൽ തന്നെ പറഞ്ഞ ഒരു വാദമാണ് ഇത്. TK അഷ്റഫിൻ്റെ മകനാണെന്ന് തോന്നുന്നു നമ്മൾ ഈ പരാമർശ വിധേയമാകുന്ന കാര്യം, അങ്ങനെയല്ലേ ഷമീൽ? TK അഷ്റഫിൻ്റെ മകൻ. അപ്പോൾ TK അഷ്റഫിൻ്റെ മകന് വേണ്ടിയിട്ടിട്ട പോസ്റ്റ് എന്ന് പറയുന്നതിൽ നേരത്തെ ഷമീൽ തന്നെ പറഞ്ഞ ഒരു വാദമാണ് ഞാൻ കാരണമായിട്ട് എടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, നമ്മുടെ സ്കൂളിൽ കുട്ടികളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള അധ്യാപകർ എന്ത് പറഞ്ഞാലും കേൾക്കും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കാഴ്ചയിൽ. അതുപോലെ സ്വന്തം അച്ഛൻ പറഞ്ഞതെല്ലാം മകനും അതുപോലെ കേൾക്കും എന്ന് നമുക്ക് അവിടെ എടുക്കാം. അത് മാത്രമല്ലാതെ ആ കുട്ടിയുടെ മാനസിക നില വെച്ചിട്ട് മനഃശാസ്ത്ര വിദഗ്ധയായ ഡോക്ടർ ലിസി ഷാജഹാന് തോന്നുന്നുണ്ടോ ഇത് അങ്ങനെ ആ കുട്ടി തനിയെ പറഞ്ഞ അഭിപ്രായ പ്രകടനമാണ് ഫേസ്ബുക്ക് പോസ്റ്റായി വന്നതെന്ന്? ഒരിക്കലുമില്ല. കാരണം കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് കുട്ടിയെ ബോധപൂർവം അല്ലെങ്കിൽ ഏത് കാരണത്താലാണ് കുട്ടിയെ കൊണ്ടുവന്നത്, ഒരു കൂടുതൽ സെൻസേഷൻ ആക്കാനോ കൂടുതൽ അത് മറ്റുള്ളവരിലേക്ക് ഒരു സ്വാധീനം കൊണ്ടുവരാനോ ഈ പോസ്റ്റ് ശ്രദ്ധിക്കപ്പെടാനോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുഹമ്മദ് ഷമീലിനെ പോലെയുള്ള ഇതിനെ വിമർശിക്കുന്നവർ അറിയേണ്ട ഒരു കാര്യം,
അഡോളസെൻസ് അല്ലെങ്കിൽ ടീനേജിൽ ഉള്ള ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിയുടെ എനർജി ലെവൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഹൈ എനർജിയാണ് കുട്ടികൾക്കുള്ളത്, നമ്മളെ പോലെയല്ല, മുതിർന്നവരെ പോലെ അല്ല. മാത്രമല്ല അവർക്ക് ഇന്ന് കിട്ടുന്ന എക്സ്പോഷർ വളരെ വലുതാണ്, ലോകത്തെക്കുറിച്ച് നല്ല ധാരണ അവർക്കുണ്ട്. നിങ്ങൾ പറയുന്ന സംസ്കാരത്തെക്കുറിച്ചൊക്കെ കുട്ടികൾ ഇന്റർനെറ്റിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇതൊക്കെ അറിയുന്ന കുട്ടിയാണ്. കുട്ടികളുടെ അടുത്താണ് നമ്മൾ ഈ തരത്തിലുള്ള സംഭാഷണം നടത്തുന്ന ഉള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ഈ എനർജി പ്രോപ്പർ വേയിലൂടെ ചാനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലാണ് അങ്ങനെയുള്ളിടത്താണ് അഡിക്ഷൻസ് വരുന്നത്. എൻ്റെ അടുത്തൊക്കെ വന്നിട്ടുള്ള എത്രയോ കേസുകൾ, പോൺ അഡിക്ഷൻ വരുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ ആ കുട്ടി ശാരീരികമായ ഒരു മൂവ്മെൻറ്റും ഇല്ല വീട്ടിൽ, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്തം രക്ഷിതാക്കൾ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ വെറുതെ ഈ മൊബൈലിൻ്റെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഇവർ മണിക്കൂറുകളോളം ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് അവസാനം അഡിക്ഷനിലേക്ക് പോകുന്നു. ഈ എനർജി പ്രോപ്പർ വേയിൽ ചാനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള അഡിക്ഷനിലേക്ക് പോവില്ല, സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോവില്ല. അതുപോലെ തന്നെ മാനസികാരോഗ്യത്തിൽ അല്ലെങ്കിൽ പഠന കാര്യത്തിൽ ഒരു പിന്തോക്കം പോവില്ല. അപ്പൊ അവരുടെ ആ എനർജി അങ്ങനെ ചാനലൈസ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു മാധ്യമമാണ് ഈ സൂംബ എന്നാണ് കണ്ടെത്തിയത്. അല്ലാതെ സൂംബയെക്കാളും നല്ലത് വേറെ ഉണ്ടാകാം, അല്ലെങ്കിൽ സൂംബയെ പോലെ വേറെയും ഉണ്ടാകാം. പക്ഷെ സൂംബ അതിന് പറ്റിയതാണെന്ന് തന്നെ കണ്ടെത്തി കുട്ടികൾക്ക് അത് ഉപയോഗപ്പെടുത്തുന്നു, അതല്ലേ? തീർച്ചയായും. കാരണം സൂംബയുടെ ഒരു യുണീക്നെസ് പറയുകയാണെങ്കിൽ മറ്റുള്ള വ്യായാമങ്ങൾക്ക് കുട്ടികൾ ചിലപ്പോൾ ഒരു വിമുഖത കാണിക്കാം, അവർക്കൊരു ബോറിഡം ഉണ്ടാകും, അവർക്ക് ചെയ്യാനൊരു താല്പര്യമുണ്ട്. ഇവിടെ ഒരു റിതമുണ്ട്, ഒരു താളമുണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു സോഷ്യലൈസേഷൻ ഉണ്ട്. പിന്നെ മാത്രമല്ല ഇതിനകത്തൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ കുട്ടികൾ സിനിമ കാണുന്നതിന് ആരെങ്കിലും പ്രേരിപ്പിക്കേണ്ടതുണ്ടോ? റീല് കാണുന്നതിന് നിങ്ങൾ ആരെങ്കിലും പറയണോ? അല്ലെങ്കിൽ അവർക്കത് താല്പര്യമുള്ള കാര്യമാണ്, പക്ഷേ പഠിക്കുന്നതിന് പറയണ്ടേ? കാരണം ഇഷ്ടമുള്ള കാര്യം അവർക്ക് ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് മുതിർന്ന ആളുകളോട് നമ്മൾ പറയുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു ഹോബി ഡെവലപ്പ് ചെയ്യണം? എസ്പെഷ്യലി മനഃശാസ്ത്രജ്ഞർ പറയുന്ന സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഹോബിയിൽ ഏർപ്പെടണം, സ്ട്രെസ്സും ഡിപ്രഷനും വരുന്നവരോട്. കാരണം ഒരു ഹോബി അവരുടെ മെയിൻ സ്ട്രീമിലുള്ള വർക്കിനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കും. ആ ഹോബിയിൽ കിട്ടുന്ന ആനന്ദം അതിലൊരു റിഫ്ലക്ഷൻ കിട്ടും. അതുപോലെ ഇന്നത്തെ ഒരു പോയിന്റ് കൂടി, ഇന്നത്തെ കാലഘട്ടത്തിൽ ഗെയിമിഫിക്കേഷൻ്റെയും എഡ്യൂട്ടൈൻമെൻറ്റെയും കാലഘട്ടമാണ്. ഈ സംസ്കാരം പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയാണ്, എഡ്യൂക്കേഷൻ്റെ കൂടെ എൻ്റർടൈൻമെൻറ്റും കൂടി ആഡ് ചെയ്താൽ മാത്രമേ കോവിഡ് അനന്തര കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ, ക്ലാസ്സിൽ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ. അവർക്ക് എഡ്യൂട്ടൈൻമെൻറ്റ് ഒരു എലമെൻറ്റ് അവർക്കത് വേണം. അതിന് ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സൂംബ. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമല്ല, CBSE സ്കൂളുകളിലും അതുപോലെ ICSE സ്കൂൾ സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളിലും സൂംബ തീർച്ചയായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ്. യെസ്, തീർച്ചയായിട്ടും. ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ദേവിക ടീച്ചറിലേക്ക് കൂടെ ഒന്ന് വരികയാണ്. ദേവിക ടീച്ചർ നോക്കൂ, ഈ കാര്യത്തിൽ ഇപ്പോൾ എന്തുകൊണ്ട് സൂംബ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ഇങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കൂടി കൊടുക്കേണ്ടതുണ്ട്. സൂംബ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട്, ടീച്ചർമാർക്ക് കൊള്ളാം, നല്ല രീതിയിൽ താളമൊക്കെ പിടിച്ചിങ്ങനെ ഡാൻസ് കളിച്ച് കുട്ടികളെയൊക്കെ ഇങ്ങനെ വരുതിയിൽ നിർത്താം എന്നുള്ളതാണോ കാരണം? എന്താ പറഞ്ഞു കൊടുക്കുക ഷമീലിന്? തീർച്ചയായും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് നമ്മൾ PT പീരീഡ് ചെയ്യുമ്പോൾ PT പീരീഡൊക്കെ നമ്മൾ പണ്ടത്തെ കാലമാണ് ചെയ്തിട്ടുണ്ടായിരുന്ന, PT ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, മാസ് ഡ്രില്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. 1 2 3 പറയുന്നതിനേക്കാളും അവർക്ക് ഒരു താല്പര്യമില്ല ഈ 1 2 3 കേൾക്കാനൊന്നും. അവരൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ മാറി ചിന്തിക്കണ്ടേ? അഡ്വാൻസ്ഡ് ആയ കുട്ടികളുടെ ഒപ്പം നിൽക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വേണം. സൂംബ ഒരു പുതിയ സംഭവമൊന്നുമല്ല, കുട്ടികൾക്കും അത് പുതിയൊരു സംഭവമൊന്നുമല്ല. അവർ ധാരാളം TV കാണുന്നുണ്ട്, TV-യിൽ കാണുന്നുണ്ട്, മൊബൈലിൽ കാണുന്നുണ്ട്, യൂട്യൂബ് ചാനൽസിലൊക്കെ കാണുന്നുണ്ട്. ധാരാളം റീൽസും എല്ലാം ഈ സൂംബയുമായി ബന്ധപ്പെട്ട് വരുന്നുമുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ വകുപ്പ് ഈ മ്യൂസിക്കും റീൽസിലും ഒക്കെ കുട്ടികൾ വരുന്നുണ്ട്. അവരത് വരാതിരിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇതൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അതും ചോദിക്കുന്നുണ്ടായിരുന്നു ചിലർ. അതൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ കുട്ടികൾ അഡ്വാൻസ്ഡ് ആണ്, അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഒന്നിൽ നിന്നും മാറി നിൽക്കാനോ മാറ്റി നിർത്താനോ കഴിയില്ല. അവർ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. എല്ലാവരും സ്വയം പ്രകാശിപ്പിക്കാനുള്ള വേദികൾ ധാരാളം തിരഞ്ഞെടുക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾ തള്ളിക്കളയുമെന്നാണ് ഞാൻ കരുതുന്നത്. അവർ തീർച്ചയായിട്ടും ഈ സൂംബ അതുപോലെയുള്ള മറ്റു വ്യായാമ മുറകൾ, മ്യൂസിക്, ഡാൻസ് ഇതെല്ലാമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇന്നത്തെ തലമുറയിലെ നമ്മുടെ കുഞ്ഞു മക്കളാണെങ്കിലും. അതുമാത്രമല്ല, ഇന്നത്തെ തലമുറ എന്ന് ഞാൻ പറയുന്നില്ല,
അല്ലാതെ ഓൾഡ് ജനറേഷൻ വരെ ഇതിനോടൊക്കെ യോജിക്കുന്ന ആളുകളാണ്. പിന്നെ ഇന്നത്തെ കുട്ടികളൊക്കെ സൗന്ദര്യത്തിലൊക്കെ വലിയ ശ്രദ്ധ കൊടുക്കുന്ന ആളുകളാണ്. അത് പ്രത്യേകം പറയുന്നുണ്ട്. സൂംബ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മിസ്റ്റർ ഷമീലിന് മനസ്സിലാവും അത് എന്തെല്ലാം പോസിറ്റിവിറ്റിയാണ് നമ്മുടെ ശരീരത്തിനും അതേപോലെ മനസ്സിനും തരുന്നതെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പൊ സ്കിന്നൊക്കെ നല്ല തിളക്കമുള്ളതാക്കാനൊക്കെ. ശരി. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഷമീൽ അതുകൂടി കൊണ്ടുവരൂ. നിങ്ങൾ ഇത്രയും നല്ലൊരു സംഘടനയായിട്ടൊക്കെ പ്രവർത്തിക്കുകയാണല്ലോ, നിങ്ങൾ അതുകൂടി ഈ പൊതുവിദ്യാഭ്യാസത്തിന് മുമ്പിലേക്ക് നിങ്ങൾ അങ്ങനെ കുറെ കുട്ടികളെ കൂടി വെച്ചുകൊണ്ട് ഇതാ നോക്കൂ, ഇപ്പൊ ഈ കാണിച്ച സൂംബയ്ക്കപ്പുറം കണ്ടില്ലേ, കുട്ടികൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി ലഹരിക്ക് മയക്കുമരുന്നിന് അടിമപ്പെടാതെ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഇതൊന്നും ഇല്ലാതെ, തെളിവില്ലാതെ, കണക്കുകളില്ലാതെ നിങ്ങളിങ്ങനെ പറഞ്ഞ് എതിർത്തുകൊണ്ടിരുന്നാൽ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി പൊതുവിദ്യാഭ്യാസത്തിലെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതെങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാനാവും? ദേവിക ടീച്ചർ നേരത്തെ എന്തോ ഒരു കാര്യം പറയാൻ വരുന്നുണ്ടായിരുന്നു. ഈ ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ സൂംബയ്ക്കെതിരായി കേട്ടു തുടങ്ങിയപ്പോൾ എന്തോ കാര്യമുണ്ടാകുമെന്ന് കരുതിയാണ് നമ്മളൊക്കെ ചെവി വെച്ച് കൊടുത്തത്. ഇപ്പം ചർച്ച ചെയ്ത് വരുമ്പോൾ ഒന്നുമില്ല, ഉള്ളി തൊലിച്ചതുപോലെ എന്നാണ്. ഉള്ളിയുടെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ അതും കാണാനില്ല. എന്താ ടീച്ചർ പറയാൻ വന്നത്? അല്ല, സൂംബ ഒരു പുതിയ കാര്യമല്ല. നമ്മളുടെ ജിമ്മുകളിലൊക്കെ കുറേ കാലമായിട്ട് സൂംബ ചെയ്യുന്നുണ്ട്. എല്ലാവരും വ്യായാമത്തിൽ വലിയ താല്പര്യമുള്ള ആളുകളാണ്, അവരൊക്കെ സൂംബ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമ്മളോട് പറയുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ ജസ്റ്റ് നമ്മളിത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് നമുക്ക് ആനുവൽ ഡേക്ക് കുട്ടികളുടെ ഒരു ഇങ്ങനെ ഒരു ഡാൻസ് നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ ആവേശത്തോടെയാണ് രക്ഷിതാക്കളും അതേപോലെ തന്നെ കുട്ടികളും നാട്ടുകാരും എല്ലാവരും അത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നീടാണ് നമുക്കിപ്പോഴാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡോക്ടർ ലിസി ഷാജഹാൻ, നോക്കൂ, ഇത് നമുക്ക് സുംബ എന്താണ് ആളുകൾക്ക് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. എൻ്റെ ഈ ചോദ്യം, ഇതിനെ എതിർക്കുന്നവർക്ക് എന്തെങ്കിലും സൂംബ വഴി കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും അവർ സൂംബ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയുന്നത്. അതിൻ്റെ ആനന്ദം, അതിൻ്റെ ഒരു ചേഞ്ച് അവർ മനസ്സിലായി കഴിഞ്ഞാൽ ബോഡിയിലും അവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു, മൈൻഡ് സെറ്റ് തന്നെ ചേഞ്ച് ആവുന്ന മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ എതിർക്കില്ല. മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അവരെ ഏറ്റവും നല്ല രീതിയിലേക്ക് ഗൈഡ് ചെയ്യാൻ നമ്മൾ രക്ഷിതാക്കളും അതുപോലെ അധ്യാപകരും ചാനലും പത്രമാധ്യമങ്ങളെല്ലാം അത് നമ്മളുടേതായ റോളുകൾ വഹിക്കേണ്ടതുണ്ട്. ഞാൻ അടക്കമുള്ള മനഃശാസ്ത്ര വിദഗ്ധരടക്കമുള്ള എനിക്ക് പറയാനുള്ളത്, നാളെ ഇന്നത്തെ കുട്ടികൾ ഈ ഏറ്റവും പുതിയ സ്കില്ലുകളായ ക്രിയേറ്റിവിറ്റിയും കൊളാബറേഷനും അതുപോലെ ജീവിക്കാൻ അവരുടെ ഉള്ള റിസോഴ്സ് യൂസ് ചെയ്ത് മനോഹരമായി ജീവിക്കാനും ഫെയിലിയറിനെ ഫേസ് ചെയ്യാനും നോ എന്ന് പറയാൻ, അസർട്ടീവായിട്ട് കോൺഫിഡൻസോടെ നോ എന്ന് പറയാനും ഉള്ള ഒരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ അവരെ സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ അനുവദിക്കണം. അവരെ മാനസിക ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നിങ്ങൾ കൂടി ചേർന്ന് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഇതിനെ എതിർക്കുകയല്ല വേണ്ടത്. നമുക്ക് വേണ്ട നല്ല നാളുകളാണ്, നല്ല യുവത്വത്തെയാണ്. ശരി, മുഹമ്മദ് ഷമീൽ, ഞാൻ പറയില്ല ഒരിക്കലും നിങ്ങൾ സുംബ കളിക്കണം അല്ലെങ്കിൽ സുംബയിലേക്ക് പോകണം, അതിനെ അനുകൂലിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ കുറഞ്ഞ പക്ഷം ഈ കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ ആ കുട്ടികൾക്ക് മാതൃകാപരമായി മുന്നോട്ട് പോകാൻ ഒരു അവസരം കിട്ടുമ്പോൾ അവിടെ ജെൻഡർ ജസ്റ്റിസ് പോലും കൊണ്ടുവന്ന് എല്ലാവർക്കും, പെൺകുട്ടികൾക്ക്, സ്ത്രീകളുടെ ഒരു ലോകം എന്ന് പോലും നമ്മൾ പറയാറുണ്ട്, അങ്ങനെ ഒരു ലോകത്തേക്ക് പോലും ആളുകളെ കൊണ്ടുപോകാൻ, സ്ത്രീകൾക്ക് വേണ്ട വിമോചനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കാൻ അങ്ങനെ പോലും സഹായിക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് ഒരു കറുത്ത കരടായി മാറരുത് ചെറിയ രീതിയിലുള്ള ചില എതിർപ്പുകൾ പോലും. നിങ്ങൾ ഒന്ന് പിന്തിരിഞ്ഞ് നിങ്ങൾ സ്വയം ആ കാര്യത്തിൽ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കണം. അതെ, അത്തരം ഒരു പുതിയ നടപടിക്രമം കൊണ്ടുവന്ന് ഇങ്ങനെ വിവാദമാക്കി ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളാണെങ്കിലും കുട്ടികൾക്ക് വ്യായാമം വേണ്ടതിന്റെ അനിവാര്യതയാണെങ്കിലും അങ്ങനെ കുട്ടികൾക്കിടയിൽ ഒരു ഡിവൈഡ് ഉണ്ടാക്കി ആ നിലക്ക് കുട്ടികൾ മാറി നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു മാനസിക സമ്മർദ്ദം. എന്താണ് അതിന്റെ ആവശ്യം? പൊതുവിദ്യാലയമല്ലേ, പൊതുവായ തീരുമാനങ്ങൾ വരട്ടെ, എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എത്രയോ വ്യായാമമുറകളില്ലേ, എത്രയോ ലഹരിക്കെതിരെ പോരാട്ടങ്ങളില്ലേ, അതിലേക്ക് വന്നുകൂടെ എന്ന് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ തീരുമാനത്തെ തീർച്ചയായും പുനഃപരിശോധിക്കണം എന്ന് തന്നെ നമ്മൾ മുന്നിൽ വെക്കുന്നത്. അതിന് നിർബന്ധ ബുദ്ധി, അതിനെതിരെയുള്ള അഭിപ്രായ പ്രകടനങ്ങളോട് അത് സർക്കാർ എങ്ങനെ ചെയ്യാൻ പറ്റും? സർക്കാരിനോട് പ്രതിപക്ഷം ഉൾപ്പെടെ പറയുന്നത് മാറരുത് എന്നാണ്, പുനഃപരിശോധിക്കരുത് എന്നാണ്. സർക്കാർ എങ്ങനെ ചെയ്യും? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുമോ? സർക്കാരിനോട് പ്രതിപക്ഷം പോലും പറയുന്നത് മാറരുത് എന്നാണ് പറയുന്നത്.
അതിന് ഇവിടെയുള്ള PT സംവിധാനം, അതിന് അധ്യാപകരെ നിയമിക്കണം. അധ്യാപകരുടെ കുറവുണ്ട്. 500 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അധ്യാപകരെ കിട്ടുകയുള്ളൂ. അത്തരത്തിലുള്ള സാഹചര്യം പല വിദ്യാലയങ്ങൾക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ ശരി, ഷമീലിന്റെ വാക്കുകൾ കേട്ട് PM ആർഷോ, ഷമീലിനെ പോലുള്ളവരുടെ വാക്കുകൾ കേട്ട് മുന്നോട്ടാണോ പുനഃപരിശോധനയ്ക്കാണോ സർക്കാർ? PM ആർഷോ. ഏറ്റവും കരുത്തോടെ തന്നെ സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും കരുത്തോടെ തന്നെ മുന്നോട്ട് പോകും. ഏതൊരു പോസിറ്റീവായിട്ടുള്ള ഇടപെടലിൻ്റെ മുൻപിലും ഇത്തരത്തിൽ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. അവരെ കണ്ടുകൊണ്ട് ഈ നാടിൻ്റെ വരാനിരിക്കുന്ന തലമുറയുടെ ഏറ്റവും നല്ല മുന്നോട്ട് പോക്ക് നമ്മൾ പുറകോട്ട് നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെയൊക്കെ അവഗണിച്ച്, കാരണം അവഗണിക്കാതിരിക്കുന്നതിന് വേണ്ടി വളരെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ഇതിലുള്ള വിമർശനം, ഇതിലുള്ള പോരായ്മ, ഇതിലുള്ള അപകടം, ഇതിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി ഈ കൂട്ടർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വളരെ കേവലമായിട്ടുള്ള സങ്കുചിത താല്പര്യമാണ്. ആ താല്പര്യത്തിന് മുൻപിൽ അടിയറവ് പറയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ എന്ത് തന്നെയാണെങ്കിലും തയ്യാറാകില്ല. ഏറ്റവും കരുത്തോടെ വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുസമൂഹവും രക്ഷിതാക്കളും ആകെ ഏറ്റെടുത്തിട്ടുള്ള ഈ പ്രവർത്തനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകും. ശരി, പാട്ടിനെ എതിർക്കുന്നവർക്ക് എതിർക്കാം, കലയെ എതിർക്കുന്നവർക്ക് എതിർക്കാം, നൃത്തത്തെ എതിർക്കുന്നവർക്ക് എതിർക്കാം. പക്ഷേ കലാകാരന്മാരും പാട്ടുകാരും ഒക്കെ നാളെ ഈ ലോകത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയുള്ള പുരോഗമനവാദികളാണെന്ന് തിരിച്ചറിഞ്ഞ് അവർ നമ്മളെപ്പോലും തിരുത്തുന്നവരാണ് എന്ന് മനസ്സിലാക്കി അവരെ ഇന്നേ ഒരു പടി മുന്നോട്ട് കടന്ന് എതിർത്തേക്കാം എന്ന രീതിയിൽ സൂംബയ്ക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പലയിടത്തും നമ്മൾ കണ്ടത്. പക്ഷേ അതിൻ്റെ എതിർപ്പിൻ്റെ മുനകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഒടിഞ്ഞു പോകുന്നതും നമ്മൾ കാണുകയാണ്. നമ്മുടെ രക്ഷിതാക്കൾ, കുട്ടികളൊക്കെ നമ്മൾ കേരളത്തിൻ്റെ പൊതുവിദ്യാലയത്തിലാണ് എന്നുള്ള ആത്മവിശ്വാസത്തിൽ, ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അത് തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് PM ആർഷോ, മുഹമ്മദ് ഷമീൽ, ഡോക്ടർ ലിസി ഷാജഹാൻ, ഒപ്പം ദേവിക ടീച്ചർ.